ഈ പ്രതിഷേധ സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുകയാണ്. ആമുഖ മനസ്സുകൾക്കും വേണ്ടി രൂപതാ വികാരി ജനറൽ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ ജോളി വടക്കനച്ചനെ ക്ഷണിക്കുന്നു. ഇരിഞ്ഞാലക്കുട രൂപത ഛത്തീസ്ഗഡിലെ ദുർഗിലെ രണ്ട് സമർപ്പിത സഹോദരിമാരെ അകാരണമായി ജനക്കൂട്ട വിചാരണ ചെയ്ത് ജയിലിലടച്ചതിനെതിരെയുള്ള പ്രതിഷേധ സദസ്സിന്റെ അധ്യക്ഷപദം അലങ്കരിച്ച് ഈ സമ്മേളനത്തിന് ഉദ്ഘാടനം നിർവഹിക്കുന്ന ഇരിഞ്ഞാലക്കുട രൂപതാധ്യക്ഷൻ അഭിമന്യ ഹോളി കണ്ണൂർക്കാടൻ പിതാവേ, ഇന്ന് ഈ വേദിയിൽ നമ്മളോടൊപ്പമായിരിക്കുന്ന ജനപ്രതിനിധികളെ, പ്രൊവിൻഷ്യൽസ്, പാസ്റ്റർ കൗൺസിൽ അംഗങ്ങളെ, ബഹുമാനപ്പെട്ട സഹോദര വൈദികരെ, സമർപ്പിതരെ, രൂപതയുടെ 141 ഇടവകളിൽ നിന്നായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഏറ്റവും സ്നേഹം നിറഞ്ഞ വിശ്വാസി സമൂഹമേ, രണ്ട് ദൗത്യങ്ങളാണ് ഈ സമയം എനിക്ക് ഇവിടെ നിർവഹിക്കാനുള്ളത്. ആദ്യത്തേത് ഏവർക്കും സ്വാഗതം ആശംസിക്കുക എന്ന ദൗത്യമാണ്. ഈ പ്രത്യേക സാഹചര്യത്തില് സ്വാഗതം ആശംസിക്കുന്ന ദൗത്യം അത് ഏറ്റവും ചുരുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം സ്വാഗതം ആശംസിക്കേണ്ടത് ആർക്കാണ്? നമ്മൾ കുടുംബാംഗങ്ങൾക്ക് മാത്രമാണ്. അതുകൊണ്ട് ഒറ്റ വാക്കില് അഭിമന്യ പിതാവിനും ഈ സദസ്സിലും വേദിയിലുമുള്ള എല്ലാ ബഹുമാന്യർക്കും, സമർപ്പിതർക്കും, വിശ്വാസികൾക്കും, ജനപ്രതിനിധികൾക്കും, മാധ്യമ പ്രവർത്തകർക്കും ഒറ്റ വാക്കില് ഹൃദ്യമായ സ്വാഗതം. എന്തുകൊണ്ടാണ് സ്വാഗത പ്രസംഗത്തിന്റെ സമയം ചുരുക്കിയതെന്ന് ചോദിച്ചാൽ, ഇതിന്റെ ആമുഖ സന്ദേശത്തിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ അത് അല്പം സമയം എടുത്തേക്കാം എന്നുള്ളതിന്റെ പേരിൽ തന്നെയാണ്. കഴിഞ്ഞ ജൂലൈ 25-ാം തീയതി മധ്യപ്രദേശിലെ മധ്യപ്രദേശിൽ നിന്ന് 2000 ആണ്ടില് വേർതിരിഞ്ഞ് മറ്റൊരു പുതിയ സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടതാണ് ഛത്തീസ്ഗഡ്. ആ ഛത്തീസ്ഗഡില് നമ്മുടെ രണ്ട് സഹോദരിമാര് അകാരണമായി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ജനക്കൂട്ട വിചാരണ നേരിടുകയും പോലീസുകാരെ നോക്കുകുത്തികളായി നിൽക്കെ ഈ സഹോദരിമാരെ ആൾക്കൂട്ട വിചാരണ നടത്തി അകാരണമായി ജയിലിലടക്കുകയും ചെയ്ത കിരാതമായ പ്രവൃത്തിയോടുള്ള പ്രതിഷേധം നമ്മുടെ രൂപതയിലെ 141 ഇടവകകളില് വളരെ സജീവമായി ഈ ദിവസങ്ങളിലൊക്കെ നടക്കുകയുണ്ടായി. ഇന്നലെ ഈ രണ്ട് സഹോദരിമാർക്ക് ജാമ്യം ലഭിച്ചപ്പോൾ പല കോണുകളിൽ നിന്നും ഒരു സ്വരം ഉയർന്നു വന്നു. ഇനിയും ഒരു പ്രതിഷേധ സദസ്സിന്, സമരത്തിന് പ്രസക്തിയുണ്ടോ? എന്നാൽ ഇരിഞ്ഞാലക്കുട രൂപത വളരെ കൃത്യവും വ്യക്തവും ശക്തവുമായ നിലപാടിലൂടെ തന്നെയാണ്
നാളിതുവരെ കടന്നു പോയിട്ടുള്ളത്. ആ നിലപാടിന്റെ വെളിച്ചത്തിൽ തന്നെയാണ് ഈ ഒരു പ്രതിഷേധ സദസ്സ് ഇന്ന് ഇവിടെ ഇത്തരത്തിൽ സംഘടിപ്പിക്കണമെന്ന് അഭിമന്യ പിതാവ് ആഗ്രഹിച്ചത്. പിതാവിനോടൊപ്പം ഇരിഞ്ഞാലക്കുട രൂപതയിലെ വൈദികരും സമർപ്പിതരും അൽമായവരും ഒരുപോലെ ആഗ്രഹിച്ചത്. എന്തുകൊണ്ടാണ് ജാമ്യം ലഭിച്ചിട്ടും നാം ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ സദസ്സ് സംഘടിപ്പിക്കുന്നത്? നമുക്കൊരു കാര്യം അറിയേണ്ടിയിരിക്കുന്നു. എന്ത് കാരണത്തിലാണ് ഈ സഹോദരിമാരെ ആൾക്കൂട്ട വിചാരണ നടത്തി കാരാഗൃഹത്തിൽ അടച്ചത് എന്നുള്ളതിന് കൃത്യമായ ഒരു മറുപടി ഈ സമൂഹം ആഗ്രഹിക്കുന്നുണ്ട്. മറുപടി മാത്രം പോരാ, ഇവിടുത്തെ നിയമം കയ്യിലെടുത്ത് ഞങ്ങളുടെ സമർപ്പിതരെയും വിശ്വാസികളെയും ആൾക്കൂട്ട വിചാരണയും അക്രമങ്ങളും നടത്തി ഏറെ കാലമായി ഇവിടെ ചില സംവിധാനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ കരുത്തിയച്ചൻ സൂചിപ്പിച്ചു, കഴിഞ്ഞ 11 വർഷങ്ങളിലായി 2014 മുതലുള്ള കൃത്യമായ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം പുറത്തുവിട്ടത് ഞങ്ങളുടെ കയ്യിലുണ്ട്. 2014 ഈ തലസ്ഥാനത്ത് പുതിയ ഗവൺമെന്റ് വന്നതിന് ശേഷം ഈ രാജ്യത്ത് 127 സംഘടിതമായ ആക്രമണങ്ങൾ ഇവിടുത്തെ ക്രൈസ്തവർക്കെതിരെ നടന്നു. 2015 ആയപ്പോൾ 142, 2016 226, 2017 248, 2018 292, 2019 328, 2020 279, 2021 505, 2022 601, 2023 34, 2024 834 അക്രമ സംഭവങ്ങളാണ് ഇവിടുത്തെ ക്രൈസ്തവർക്കെതിരെ അരങ്ങേറിയത്. അതായത് 4694 ഇൻസിഡൻസ്. ഇത്തരം സംഭവങ്ങളൊക്കെ കണ്ടിട്ടും സംയമനം വെടിയാതെ ശാന്തമായിട്ട് തന്നെ ഇത്തരം സാഹചര്യങ്ങളോട് പ്രതികരിച്ചവരാണ് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം. എന്നാൽ നമ്മുടെ നിശബ്ദത നാളെ ഒരു വലിയ ദുരന്തമായി മാറാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങളും ശബ്ദമുയർത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടത് ഈ സഹോദരിമാർക്ക് ജാമ്യം ലഭിച്ചതിന്റെ ആശ്വാസമല്ല. നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ഭരണഘടന 25, 26 അനുച്ഛേദങ്ങളിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് നൽകുന്ന മനസാക്ഷിയുടെ സ്വാതന്ത്ര്യവും ഏത് മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശവും ആ വിശ്വാസം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യവും ഇത് ഈ നാട്ടിൽ നിഷേധിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്കുള്ള നീതി നിഷേധമാണ്. ഈ സഹോദരിമാർ 9 ദിവസം കിടന്നപ്പോൾ നമ്മുടെ ചില രാഷ്ട്രീയ നേതൃത്വങ്ങൾ പറഞ്ഞു, ഞങ്ങളോട് പ്രധാനമന്ത്രി പറഞ്ഞു, ഞങ്ങളോട് അമിത്ഷാ പറഞ്ഞു, അതുകൊണ്ട് ജാമ്യം കിട്ടും. ആരാണ് ഈ പ്രധാനമന്ത്രിയും അമിത്ഷായും ഇവർക്ക് ജാമ്യം കൊടുക്കാനായിട്ട്? ആര് പറഞ്ഞിട്ടാണ് അപ്പൊ ഈ കേസെടുത്തത്? ഈ കേസെടുത്തത് അവര് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അവര് തന്നെ പറയുന്നു, ഇരയോടൊപ്പം ഞങ്ങൾ ഓടും, വേട്ടക്കാരനെ പോലെ ഞങ്ങൾ പിന്നാലെ ഉണ്ടാകുമെന്ന് പറഞ്ഞ ഈ ഇരട്ടത്താപ്പ്, അത് അമിത്ഷാ ആയാലും മോദിജി ആയാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഞങ്ങളുടെ ക്രൈസ്തവർക്കുള്ള വേദനയും മുറിവുമാണ്. അത് ധൈര്യത്തോടെ പറയാനായിട്ട് ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരുമുണ്ട്. ഇന്ന് അഭിമന്യ പിതാവ് രാവിലെ നമ്മുടെ മാധ്യമങ്ങൾക്ക് ഒരു ബൈറ്റ് കൊടുത്തു. ആ ബൈറ്റ് കൊടുത്തപ്പോൾ വളരെ കൃത്യമായിട്ട് പിതാവ് പറഞ്ഞു, രൂപതയുടെ നിലപാട് സർക്കുലറിലുണ്ട്. കൃത്യമായ രീതിയിൽ ഇന്നാണ് ഇടവകളിലേക്ക് ഈ സർക്കുലർ ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ജാമ്യം ലഭിച്ചാലും ഞങ്ങളുടെ പ്രതിഷേധം ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ മാധ്യമ പ്രവർത്തകര്, എനിക്ക് അവരോട് വളരെ സൗഹൃദമാണ്, പക്ഷെ ചിലരത് വളച്ചൊടിച്ചു. അവര് പറഞ്ഞു, ഇത് പോളി പിതാവ്, പോളി കണ്ണുക്കാടൻ പിതാവ് പാമ്പ്ളാനി പിതാവിനെതിരാണ്, KCBC-ക്കെതിരാണ്. ഇത് വളച്ചൊടിക്കാനായിട്ട് മാധ്യമങ്ങൾക്ക് അതിവിദഗ്ധമായ രീതിയിൽ ശ്രമിക്കാമെന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് പറയാനുള്ള ധീരത ഈ വേദിയിൽ ഞങ്ങൾക്കുണ്ട് എന്ന് കൂടി ഈ അവസരത്തിൽ ഞങ്ങൾ പറയട്ടെ. ഞങ്ങൾക്കൊന്നേ പറയാനുണ്ട്. അകാരണമായി ഇത്തരത്തിലുള്ള ആൾക്കൂട്ട വിചാരണ 4694 ഇൻസിഡൻസ് ഇവിടെ നടന്നപ്പോൾ എവിടെയായിരുന്നു ഇവിടുത്തെ പാർട്ടി നേതൃത്വങ്ങളൊക്കെ? ഇപ്പൊ ജാമ്യം ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഈ ജാമ്യം ലഭിച്ചതിന്റെ ആഹ്ലാദത്തില് അതിന്റെ മുതലെടുപ്പ് നടത്താനായിട്ട് പാർട്ടിക്കാർ മത്സരിക്കുകയാണ്. ഞങ്ങളും പറഞ്ഞതിന്റെ പേരിലാണ് ജാമ്യം. ഞങ്ങൾ ചോദിക്കട്ടെ, ഞങ്ങൾക്ക് അറിയേണ്ടത്
എന്തിന്റെ കേസ് എന്നുള്ളതാണ്. എന്തിന്റെ പേരിലാണ് ഈ ജ്യോതി ശർമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവൾ പ്രതിദാനം ചെയ്യുന്ന ഭക്തജനങ്ങൾ പ്രവർത്തകർ, ഇവരെ പരസ്യമായി വിചാരണ ചെയ്തത്? ഇതിന് മറുപടി ഞങ്ങൾക്ക് തന്നേ തീരും. അതോടൊപ്പം തന്നെ അന്യായമായി ഇത്തരത്തിലുള്ള വിചാരണ നടത്തുന്ന സംഘടനകളെ എതിർക്കാനും അത്തരം സംഘടനകളെ നിരോധിക്കാനുള്ള ചങ്കൂറ്റം ഈ ഭരണ നേതൃത്വത്തിന് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. പ്രിയമുള്ളവരെ, എനിക്ക് വളരെ സന്തോഷമുണ്ട്. കുറെ സമയം സംസാരിക്കണമെന്നുണ്ട്. ഈ ഒരു ജനക്കൂട്ടം, ഈ ഒരു ജനാവലി, അത് നിങ്ങളുടേതായുള്ള വലിയ ത്യാഗത്തോടു കൂടിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ മഴയെങ്ങാനും പെയ്തു കഴിഞ്ഞാൽ ഇനി അഭിനന്ദ പിതാവിന് മറ്റുള്ളവർക്കും സംസാരിക്കാനുള്ളതിന്റെ പേരിൽ ആമുഖ പ്രസംഗം ഞാൻ ചുരുക്കുകയാണ്. നാം ഈ ഒരു പ്രതിഷേധത്തിലൂടെ കേരളത്തിലെ ഗവൺമെന്റിനോട് മാത്രമല്ല, ഭാരതത്തിലെ മുഴുവൻ 146 കോടി ജനങ്ങളോട് ഞങ്ങൾ പറയുന്നത്, ഒരു മതേതര സെക്യുലർ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് രാജ്യമായ ഈ ഭാരതത്തിന് ഞങ്ങൾ ശ്രമിച്ചോളാം. ഞങ്ങൾ ഇത്ര ഉറക്കിയൊന്നും സംസാരിച്ച് ശീലമില്ലാത്തത്. ഞങ്ങളുടെ വചനം വളരെ സൗമ്യമായി വ്യാഖ്യാനിച്ച് ഞങ്ങളുടെ ആളുകളെ സന്തോഷത്തോടു കൂടെ എത്തിക്കുന്നുണ്ട്. എന്തിനാണ് ഞങ്ങളെ തെരുവിലേക്ക് ഇറക്കുന്നത്? ഈ തെരുവിലേക്ക് ഇറങ്ങാൻ മടിയൊന്നുമില്ല, പേടിയില്ല. ഞങ്ങളൊക്കെ അച്ഛനും സിസ്റ്ററും ഒക്കെ ആയിട്ട് പുറത്തിറങ്ങിയപ്പോൾ 90 വയസ്സ് വരെ ജീവിച്ച് ശാന്തമായി കട്ടിലിൽ കിടന്ന് മരിക്കാമെന്നുള്ള വാക്കൊന്നും തമ്പുരാന് കൊടുത്തിട്ടല്ല ഞങ്ങൾ ആരും ഇറങ്ങിയിരിക്കുന്നത്. അത് ഏത് സമയത്ത് എങ്ങനെയൊക്കെ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയാലും ഞങ്ങൾ നിലകൊള്ളുന്ന കോസിന് വേണ്ടി, ഞങ്ങൾ വിശ്വസിക്കുന്ന ക്രിസ്തുവിന് വേണ്ടി ഏകമറ്റം വരെ പോകാനും ഞങ്ങൾ തയ്യാറാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ ആമുഖ നന്ദി, നമസ്കാരം. അടുത്തതായി ഈ പ്രതിഷേധ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നു അഭിമന്യ ഹോളി കണ്ടൂക്കാടൻ പിതാവ്. വേദിയിലും സദസ്സും ഇരിക്കുന്ന സ്നേഹമുള്ള സഹോദര വൈദികരെ, പ്രിയമുള്ള ജനപ്രതിനിധികളെ, ഏറ്റവും സ്നേഹമുള്ള സമർപ്പിതരെ, പ്രിയ സഹോദരന്മാരെ, ഇരിങ്ങാലക്കുട രൂപത ഒരു ഇടയലേഖനം ഇറക്കുകയും അത് ഇന്ന് ഇടവകളിൽ വായിക്കുകയും ചെയ്തപ്പോൾ ഒറ്റപ്പെട്ട ചില മാധ്യമങ്ങളും അതുപോലെ തന്നെ വ്യക്തികളും ചോദിക്കുന്നു, ജാമ്യം കിട്ടിയില്ലേ, ഇനി ഇതെല്ലാം നിർത്തിക്കൂടെ? അതുപോലെ തന്നെ നൽകിയ ബൈറ്റിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതികളിൽ ചിത്രീകരിച്ച് സഭാ മേലധ്യക്ഷന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ നൽകുവാൻ പ്രേരിപ്പിക്കുന്നതിന്റെ കാരണം എന്താണ് എന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഇതിന്റെ പുറകില് എന്തെങ്കിലും നിഗൂഢ ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ഭിന്നിപ്പുണ്ടാക്കാനോ അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആശയങ്ങളാണ് സഭയ്ക്കുള്ളില് എന്ന് ചിത്രീകരിക്കാനോ ഉദ്ദേശിക്കുന്നില്ല. സഭാംഗങ്ങള്, അത് ക്രൈസ്തവ ജനങ്ങള് ഒറ്റക്കെട്ടായിട്ട് തന്നെ ഇപ്രകാരമുള്ള എല്ലാ തിന്മകൾക്കുമെതിരെ പടപൊരുതുമെന്ന് ഈ അവസരത്തിൽ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഛത്തീസ്ഗഡിലെ ദുർഗ സെൻട്രൽ ജയിലിൽ നിന്നും ഇന്നലെ നമ്മുടെ 2 സഹോദരിമാരും അതുപോലെ തന്നെ ആദിവാസി യുവാവും ജാമ്യത്തിലിറങ്ങി. നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റർ പ്രീതി മേരിയും വന്ദന ഫ്രാൻസിസും അതുപോലെ തന്നെ ആദിവാസി യുവാവും. അല്പം നമുക്ക് ആശ്വാസമുണ്ട്, അവർക്ക് പുറത്തിറങ്ങാനായിട്ട് കഴിഞ്ഞല്ലോ എന്ന് 9 ദിവസം നാളിൽ. എന്നാല് കോടതി കൊടുത്ത കുറ്റപത്രം ഇതുവരെയും പിൻവലിച്ചിട്ടില്ല. അവരുടെ പേരിലുള്ള കേസ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. വളരെ ശക്തമായിട്ടുള്ള നിബന്ധനകളോടുകൂടിയാണ് അവരെ ജാമ്യത്തിൽ ഇറക്കിയിരിക്കുന്നത്.
അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിഷേധ സദസ്സിന് ഇനിയും അർത്ഥമുണ്ട് എന്ന് കാണിക്കുന്നത്. കാരണം ആ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന്റെ പേരിലും ആദിവാസി യുവാവിന്റെ പേരിൽ ചുമത്തിയ കുറ്റപത്രം റദ്ദാക്കണമെന്ന് ഈ പ്രതിഷേധ സദസ്സ് ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ അവരുടെ പേരില് അന്യായമായിട്ട് അകാരണമായിട്ട് ചാർത്തിയിട്ടുള്ള കുറ്റങ്ങള് തള്ളിക്കളഞ്ഞുകൊണ്ട് റദ്ദ് ചെയ്തുകൊണ്ട് അവരുടെ പേരിലുള്ള കേസ് റദ്ദ് ചെയ്യണമെന്ന് ഈ പ്രതിഷേധ സദസ്സ് വീണ്ടും ആവശ്യപ്പെടുകയാണ്. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക നേതാക്കളോട് സഭയ്ക്കും സമൂഹത്തിനും നന്ദിയുണ്ട്. മാധ്യമങ്ങളോട് വളരെയേറെ നന്ദിയുണ്ട്. ഈ സിസ്റ്റേഴ്സിന് ജാമ്യം കിട്ടുവാനായിട്ടും ഇതൊരു മതേതരത്തിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള വേദനിപ്പിക്കുന്ന മുറിവാണ് എന്ന് ലോകത്തെ അറിയിക്കുവാനും നമ്മുടെ മാധ്യമങ്ങൾ മുൻപോട്ട് വന്നു എന്നുള്ള സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ബഹുഭൂരിപക്ഷം ഹൈന്ദവ സഹോദരന്മാരും മുസ്ലിം സഹോദരന്മാരും ക്രൈസ്തവനും ഒറ്റക്കെട്ടായിട്ട് ഈ സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്യുന്നത് അകാരണമാണ്, അന്യായമാണ് എന്ന് ഒറ്റക്കെട്ടായിട്ട് ശബ്ദമുയർത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ഹിന്ദു സഹോദരന്മാരോടും മുസ്ലിം സഹോദരന്മാരോടും ഞങ്ങളുടെ ക്രൈസ്തവ സുഹൃത്തുക്കളോടും രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹ്യ തലങ്ങളില് പ്രവർത്തിക്കുന്ന എല്ലാവരോടും സഭയുടെ നന്ദി ഈ അവസരത്തിൽ അറിയിക്കട്ടെ. കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, ക്രൈസ്തവ സഭയ്ക്ക് കക്ഷി രാഷ്ട്രീയമില്ല. പക്ഷേ സഭയ്ക്ക് കൃത്യമായിട്ടുള്ള നിലപാടുകളുണ്ട്. രാഷ്ട്രീയത്തെ കുറിച്ച് സഭയ്ക്ക് കൃത്യമായിട്ടുള്ള തിരിച്ചറിവുകളുണ്ട്. അതാണ് സഭയുടെ KCBCയുടെ അധ്യക്ഷനും സിറോ മലബാർ സഭയുടെ അധ്യക്ഷനും CBCയുടെ അധ്യക്ഷനും സമയം പോലെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനിയും തുടരും. രാഷ്ട്രീയത്തെ കുറിച്ച് വ്യക്തമായിട്ടുള്ള നിലപാടുകളോടുകൂടെ സഭ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സിസ്റ്റർ പ്രീതിയും സിസ്റ്റർ വന്ദനയും അകാരണമായിട്ടും അന്യായമായിട്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴ് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് ഇവിടെ നേരത്തെ തന്നെ പരാമർശിച്ചു കഴിഞ്ഞു. 2014 മുതലുള്ള ഇതുപോലെയുള്ള പീഡനങ്ങള് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 4624 കേസുകളാണ്. 2024 മാത്രമായിട്ട് 824 കേസുകള് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും ഒറ്റപ്പെട്ട കേസുകള് ഇപ്പോഴും ഒന്നിനു പുറകെ ഒന്നായിട്ട് ചാർജ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാകണം. അതുണ്ടാകണമെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ മത ഭീകര സംഘടനകളെ നിയന്ത്രിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകള് മുൻകൈ എടുക്കണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ആന്റി കൺവേർഷൻ ബില്ല് അത് ഭാരതത്തിന്റെ ഭരണഘടനയിലെ മതേതരത്തിന് വിരുദ്ധമായിട്ടുള്ള ബില്ലാണ്. സ്വതന്ത്രമായിട്ട് വിശ്വാസം പ്രചരിപ്പിക്കാനും സ്വതന്ത്രമായിട്ട് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും ക്രൈസ്തവന് അധികാരമുണ്ട്. ഏതൊരു പൗരനും അധികാരമുണ്ട്. ഏതൊരു ഹൈന്ദവനും ഏതൊരു മുസൽമാനും ഏതൊരു സിഖ് വിശ്വാസിക്കും അധികാരമുണ്ട്. ഭാരതത്തിൽ എവിടെയും സ്വതന്ത്രമായിട്ട് യാത്ര ചെയ്യാനുള്ള അധികാരം ഓരോ പൗരനും ഈ ഭരണഘടന നൽകുന്നുണ്ട്.
എങ്കില് അതിനെ കൺട്രോൾ ചെയ്യുന്ന, നിയന്ത്രിക്കുന്ന ഈ ആന്റി കൺവേർഷൻ ബില്ല് തീർച്ചയായിട്ടും റദ്ദു ചെയ്യാൻ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, സിസ്റ്റർ വന്ദനയെയും സിസ്റ്റർ പ്രീതിയെയും അതുപോലെ തന്നെ ആദിവാസി യുവാവിനെയും അകാരണമായിട്ടും അന്യായമായിട്ടും തടങ്കിലടച്ചെങ്കിൽ അതിന് കാരണമായിട്ടുള്ളവര് ഇപ്പോഴും സ്വൈരമായിട്ട് അവരിപ്പോഴും അവരുടെ പ്രവർത്തനങ്ങള് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിനും ഛത്തീസ്ഗഡ് സംസ്ഥാന സർക്കാരിനും ന്യൂനപക്ഷങ്ങളോട് സ്നേഹമുണ്ട് എങ്കിൽ അകാരണമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടാൻ ഇടയായ, അതിന് കാരണക്കാരായിട്ടുള്ള മതതീവ്രവാദികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണമെന്ന് ഈ സദസ്സ് അഭ്യർത്ഥിക്കുകയാണ്. ഒരു ടി സംശയം വരുമ്പോഴ് വിളിച്ചുകൂട്ടേണ്ടത് പോലീസിനെയാണോ അതോ മതതീവ്രവാദികളെയാണോ? അവരാണോ സംശയത്തിന് അടിമകളായവരെ പരസ്യ വിചാരണ ചെയ്യുന്നത്? അവരാണോ മനുഷ്യക്കടത്തെന്നും നിർബന്ധിത മതപരിവർത്തനമെന്നും കുറ്റം ചുമത്തുന്നത്? നിയമത്തെ കയ്യിലെടുക്കാൻ പരിശ്രമിച്ച ഇത്തരം സാമൂഹ്യ ദ്രോഹികളെ മാതൃകാപരമായിട്ട് ശിക്ഷിക്കാൻ നീതിന്യായ കോടതിയും അതുപോലെ തന്നെ സർക്കാർ അധികാരികളും പോലീസും മുൻകൈയെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കാരണം അതല്ല എങ്കിൽ നാളെയും ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പ്രിയമുള്ളവരെ, ക്രൈസ്തവ സമൂഹം നിർബന്ധിത മതപരിവർത്തനത്തിന് ഒരിക്കലും കൂട്ടുനിൽക്കില്ല. നിർബന്ധിത മതപരിവർത്തനത്തിന് എതിരാണ് ക്രൈസ്തവ സമുദായം. പക്ഷേ ക്രൈസ്തവരുടെ രക്തത്തില് ഉൾച്ചേർന്നിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ക്രിസ്തു പഠിപ്പിച്ചതാ. അത് മറ്റൊന്നുമല്ല. ക്രിസ്തുവിനെ ജീവിതം കൊണ്ട്, ക്രിസ്തുവിനെ വാക്കുകൊണ്ട്, ക്രിസ്തുവിനെ ഉപവി പ്രവർത്തനങ്ങൾ കൊണ്ട് പ്രഘോഷിക്കാനായിട്ട് കടപ്പെട്ടവനാണ് ക്രൈസ്തവൻ. അത് ഏത് മർദ്ദനത്തിന്റെ നടുവിലും അത് പ്രഘോഷിക്കുമെന്ന് ഉച്ചൈസ്തരം ഞങ്ങൾ ഘോഷിക്കുകയാണ്. അപ്രകാരം ജീവിതം കൊണ്ടും പ്രവൃത്തി കൊണ്ടും വാക്കുകൊണ്ടും ഉപവി പ്രവർത്തനങ്ങൾ കൊണ്ടും പ്രഘോഷിക്കുമ്പോഴ് ആരെങ്കിലും ക്രിസ്തുവിനോട്, ക്രിസ്തുവിന്റെ മൂല്യങ്ങളോട് താല്പര്യം കാണിച്ചാൽ, ആ നിലപാടുകളോട് വിധേയത്വം പുലർത്തിയാൽ അവരെ ആശ്ലേഷിച്ച് സ്വീകരിക്കാൻ ഞങ്ങൾ എന്നും തയ്യാറാണ് എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ആരെയും ഞങ്ങൾ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമാകില്ല. നിർബന്ധിച്ച ഒരാളെയും മതപരിവർത്തനത്തിന് വിധേയമാകില്ല. പക്ഷേ ഞങ്ങളുടെ പ്രവർത്തനം കണ്ട്, ഞങ്ങളുടെ ജീവിതം കണ്ട്, ഞങ്ങളുടെ ഉപവി പ്രവർത്തനങ്ങൾ കണ്ട് ആരെങ്കിലും ക്രിസ്തുവിനോട് താല്പര്യം കാണിച്ചാൽ അവരെ മാറോട് ചേർത്ത് നിർത്തി, ക്രൈസ്തവ സമുദായത്തോട് ചേർത്ത് നിർത്തി, ക്രൈസ്തവ ജീവിതത്തോട് ചേർത്ത് നിർത്തുമെന്നുള്ളത് ഈ ആവർത്തിച്ച് നിങ്ങൾ ആവർത്തിക്കുകയാണ്. അവിടെ മതപീഡനമുണ്ടായാലും മതവർദ്ധനമുണ്ടായാലും ഞങ്ങൾ അതിൽ തളരില്ല, തകരില്ല. ക്രൈസ്തവ ചൈതന്യത്തോടുകൂടെ ഉറച്ചു നിൽക്കുമെന്ന് ആവർത്തിച്ച് ഞങ്ങൾ ഉറപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതസ്വാതന്ത്ര്യം, സ്വതന്ത്രമായിട്ടുള്ള മാധ്യമ പ്രവർത്തനം, നീതിന്യായ പ്രവർത്തനങ്ങളുടെ സംവിധാനങ്ങളിലുള്ള യഥാർത്ഥത്തിലുള്ള കുറ്റമറ്റ പ്രവർത്തനങ്ങള് അതിനിയും നിലനിൽക്കണം.
ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ ദിനം ഓഗസ്റ്റ് 15 നമ്മൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് പ്രതിജ്ഞയെടുക്കാം. നമ്മുടെ ഭരണഘടനയുടെ കാവലാളുകളായിട്ട് ഞങ്ങൾ പ്രവർത്തിക്കും. ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതേതരത്വത്തിന് വേണ്ടി ഞങ്ങൾ ഉറച്ചു നിൽക്കും. ഭരണഘടന വിഭാവനം ചെയ്യുന്ന നീതിന്യായ വകുപ്പിന്റെ കുറ്റമറ്റ പ്രവർത്തനങ്ങൾക്കായി ഞങ്ങൾ എല്ലാ ഒത്താശകളും നൽകും. സ്വതന്ത്രമായിട്ടുള്ള മാധ്യമ പ്രവർത്തനം നടത്തുവാൻ ഞങ്ങൾ കൂട്ടുനിൽക്കുമെന്ന് ഉച്ചൈസ്വരം ഞങ്ങൾ പ്രഘോഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനം നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഉദ്ഘാടനം ചെയ്യുവാൻ ആഗ്രഹിക്കട്ടെ. തുടർന്ന് ഈ പ്രതിഷേധ സമ്മേളനത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് സംസാരിക്കാനായി ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിന്റെ മദർ ജനറൽ റവറൻഡ് ഡോക്ടർ സിസ്റ്റർ റാണി കുര്യാക്കോസിനെ ക്ഷണിക്കുന്നു. നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. നീതിക്ക് വേണ്ടി കഷ്ടതകൾ സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. അവരുടെ ഭീഷണി നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ അസ്വസ്ഥരാവുകയും വേണ്ട. 2 വിശുദ്ധ ഗ്രന്ഥ വചനങ്ങളാണ് നാം ശ്രമിച്ചത്. ഓഗസ്റ്റ് 12 ലോക യുവജന ദിനം, ഓഗസ്റ്റ് 15 ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനം, ഓഗസ്റ്റ് 19 ലോക മാനുഷിക ദിനം. ഈ 3 ദിനങ്ങളും തുടരെ ആഘോഷിക്കുവാൻ ഈ ഇന്ത്യ രാജ്യം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിലാണ് ഈ അനീതി നിറഞ്ഞ, അക്രമം നിറഞ്ഞ കുറ്റാരോപണം നടത്തി നമ്മുടെ 2 സിസ്റ്റേഴ്സിനെ അഴിക്കുള്ളിലാക്കിയ സംഭവം നാം കേൾക്കുന്നതും 9 ദിവസം അഴിക്കുള്ളിൽ കഴിഞ്ഞവർ ഇന്നലെ പുറത്തിറങ്ങിയതും ആയിട്ടുള്ള സംഭവം നാം അറിഞ്ഞു. അവരെ അകാരണമായി അറസ്റ്റ് ചെയ്തതിനുള്ള പ്രതിഷേധം അറിയിക്കുവാനായിട്ടാണ് നാം ഇവിടെ കൂടിയിരിക്കുന്നത്. അവരുടെ കാരണങ്ങളെല്ലാം നാം ഇവിടെ കേട്ടു. വ്യക്തമായിട്ട് ഇവിടെ സംസാരിച്ചവരെല്ലാം അത് പറഞ്ഞുകൊണ്ടിരുന്നു. മതപരിവർത്തനം, മനുഷ്യക്കടത്ത് എന്നീ കുറ്റങ്ങൾ ചുമത്തിയിട്ടാണ് ആ സിസ്റ്റേഴ്സിനെ അഴിക്കുള്ളിലാക്കിയത്. റെയിൽവേ ഉദ്യോഗസ്ഥർ, ഹിന്ദുത്വ തീവ്രവാദ സംഘടനയിലെ അംഗങ്ങൾ, നിരുത്തരവാദിത്വം നിറഞ്ഞ ഉദ്യോഗം നിർവഹിക്കുന്ന പോലീസുകാർ, ഇവരുടെ അനീതിപരമായ ഇടപെടലുകൾ അഴിക്കുള്ളിലാക്കിയ നിരപരാധികളായ 2 സിസ്റ്റേഴ്സ്. കേരളത്തിലെ മനുഷ്യാവകാശ ബോധമുള്ള എല്ലാവരുടെയും, പ്രത്യേകിച്ച് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെയും മാധ്യമങ്ങളുടെയും ശക്തമായ ഇടപെടലുകൾ കൊണ്ടാണ് ഇവർക്ക് ജാമ്യം ലഭിച്ചത്. കേരളത്തിലെ മുഴുവൻ സമൂഹവും കത്തോലിക്ക സഭയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നത് കേരളത്തിലെ മനസാക്ഷി ഇനിയും മരവിച്ചിട്ടില്ല എന്നതിൻ്റെ തെളിവാണ്. പ്രിയപ്പെട്ടവരെ, സിസ്റ്റേഴ്സിനെ മുഴുവൻ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ്, എല്ലാ സമർപ്പിതരെയും പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഒരു കാര്യം ഞാൻ തുറന്നു പറയട്ടെ, ഞങ്ങൾ ആരെയും നിർബന്ധിച്ച് മതം മാറ്റിയിട്ടില്ല, മാറ്റുകയുമില്ല, മാറ്റാൻ സാധ്യവുമല്ല. മനുഷ്യ മനസാക്ഷിയുടെ കാര്യമാണ് വിശ്വാസം. വിശ്വാസത്തിലൂന്നിയതാണ് മതം. വിശ്വാസം ഉണ്ടായാലേ അവന് മതം മാറാൻ സാധിക്കും. അത് അവൻ്റെ അനുഭവത്തിൽ നിന്നുമാണ് വരുന്നത്. പേരിട്ടത് കൊണ്ടോ, തലയിൽ വെള്ളമൊഴിച്ചത് മുണ്ടിട്ടത് കൊണ്ടോ, സിന്ദൂരം പൂശിയതോ കൊണ്ടൊന്നും മതം മാറുകയില്ല. മനസാക്ഷിയാണ് നിശ്ചയിക്കുക. പരിപൂർണ അറിവും ബോധ്യവും വന്ന് ഒരുവൻ സ്വയം ആവശ്യപ്പെടുമ്പോൾ മാത്രമാണ് അവന് ക്രിസ്ത്യാനിയാകുവാൻ സാധിക്കുക. ഞാൻ അംഗമായിരിക്കുന്ന ഹോളി ഫാമിലി കോൺഗ്രിഗേഷനിൽ ഏകദേശം 2000-ഓളം സിസ്റ്റേഴ്സ് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലായി 267 സമൂഹങ്ങളിൽ ശുശ്രൂഷ ചെയ്തു വരുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സിസ്റ്റേഴ്സിനെയും കാര്യം. സ്വന്തം നാടും വിട്ട് ഒറ്റവരെയും ഇടയവരെയും ഉപേക്ഷിച്ച് ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നു. അധികം പേരും രോഗി ശുശ്രൂഷ, വിദ്യാഭ്യാസ രംഗം, ആതുര ശുശ്രൂഷ, ഹോം ഫോർ ദി ഏജ്ഡ്, മെന്റലി ഡിസേബിൾഡ്
എന്ന് തുടങ്ങിയ വിവിധ തലങ്ങളിൽ ആണ് ഞങ്ങൾ സേവനം ചെയ്യുന്നത്. നാട്ടിൽ സ്വന്തങ്ങൾ സഹിക്കുമ്പോഴും വേദനിക്കുമ്പോഴും രോഗാവസ്ഥയിലായിരിക്കുമ്പോഴും അവരെയെല്ലാം മറന്ന് അന്യനാടുകളിലും അന്യരാജ്യങ്ങളിലും മറ്റ് ഭവനങ്ങളിലൊക്കെ നിന്ന് ഞങ്ങളുടേതല്ലാത്തവരെ, രക്തബന്ധത്തിൽ പെടാത്തവരെ സ്വന്തം എന്ന പോലെ ഞങ്ങൾ ശുശ്രൂഷിക്കുന്നു. ഏറ്റവും എളിയ ഈ സഹോദരി എന്നെ കണ്ട് എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ, എന്നെ ശുശ്രൂഷിക്കുന്നവൻ, ആ ദൈവത്തെയാണ് ഞങ്ങൾ കാണുന്നത്. ഏറ്റവും എളിയ സഹോദരിയിൽ യേശു ക്രിസ്തുവിനെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ അവരെ ശുശ്രൂഷിക്കുന്നത്. വെറുതെ സ്വാർത്ഥ ലാഭത്തിനോ പണത്തിനോ വേണ്ടിയല്ല. എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവരും അപകട മേഖലയിൽ കഴിയുന്നവരുമായ ജനങ്ങളുടെ ഇടയിലാണ് സിസ്റ്റേഴ്സ് അധികവും ശുശ്രൂഷ ചെയ്യുന്നത്. വോട്ടിന് വേണ്ടി മാത്രം രാഷ്ട്രീയക്കാർ ഒരിക്കൽ മാത്രം കടന്നു ചെല്ലുന്ന ഇടങ്ങളിൽ, വീണ്ടും പോകാൻ അറച്ചു നിൽക്കുന്ന ഇടങ്ങളിലേക്കെല്ലാം ഇറങ്ങിച്ചെന്ന് സ്വന്തം ജീവൻ പണയം വെച്ചാണ് ഞങ്ങൾ സിസ്റ്റേഴ്സ് സേവനം അനുഷ്ഠിക്കുന്നത്. കേരളത്തിലുമുണ്ട് വിവിധ ശുശ്രൂഷ രംഗങ്ങൾ. കണ്ണു തുറന്ന് നോക്കിയാൽ കാണാം. വിദ്യാഭ്യാസ രംഗം, ആരോഗ്യം, അനാഥശാലകൾ, ഹോം ഫോർ ദി ഏജ്ഡ് തുടങ്ങിയ ഒത്തിരിയേറെ രംഗങ്ങളിൽ സിസ്റ്റേഴ്സ് ശുശ്രൂഷ ചെയ്യുന്നു. ഞാൻ സെൻറ് ജോസഫ്സ് കോളേജിൽ 31 വർഷം അവിടെ പഠിപ്പിച്ചു. 8 വർഷം പ്രിൻസിപ്പലുമായിരുന്നു. ഒരൊറ്റ കുട്ടിയെ പോലും നിർബന്ധിച്ച് മതപരിവർത്തനം ചെയ്തതായിട്ട് ആർക്കും പറയാൻ സാധിക്കില്ല. അതേസമയം അവിടെ വളരെ ഒരു ഫാമിലി സ്പിരിറ്റ്, ഒരു കുടുംബ അന്തരീക്ഷമായിരുന്നു. ഞങ്ങൾ കുട്ടികളും സ്റ്റാഫും എല്ലാം ഒരു കുടുംബം പോലെയായിരുന്നു. അവിടെ നിന്ന് പ്രവർത്തിച്ചവരും ഈ രാഷ്ട്ര നിർമ്മാണത്തിൽ ഏറെ പങ്ക് വഹിച്ചവരുമായവരെ നമുക്കൊക്കെ നന്നായി അറിയാം. മിസ് സാവിത്രി ലക്ഷ്മണൻ നമ്മുടെ MLA MP-യുമായിരുന്നു. മിസ്സസ് മീനാക്ഷി തമ്പാൻ MP ആയിരുന്നു. ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു. ഇവരൊക്കെ അവിടെ നിന്ന് പഠിച്ചിറങ്ങിയവരും ജോലി ചെയ്തവരുമാണ്. ഈ സ്ഥാപനത്തെ നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കുന്നവരും സ്ഥാപനം അവരെ സ്നേഹിക്കുന്നവരും. ഞങ്ങൾ ജാതിയോ മതമോ വർഗമോ രാഷ്ട്രീയമോ നോക്കാറില്ല. നന്മ എവിടെ കാണും അതിനെ സ്വീകരിക്കും, പ്രോത്സാഹിപ്പിക്കും. മനുഷ്യൻ്റെ ഉന്നതി, മനുഷ്യൻ്റെ പരമാന്ത്യം, രാജ്യത്തിൻ്റെ പുരോഗതി, ഇതാണ് ഞങ്ങൾ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ കടമയാണ് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക, മനുഷ്യൻ്റെ സമാധാനപരമായ ജീവിതത്തിന് വേണ്ട സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഗവൺമെൻറ് അത് ചെയ്യാൻ സാധിക്കില്ലെങ്കിലും അത് ചെയ്യുന്നവരെ സഹായിക്കാനെങ്കിലുമുള്ള നല്ല മനസ്സുകൾക്ക് കാണിച്ചുകൂടെ? അങ്ങനെയുള്ളവരെ പിടിച്ച് തുറങ്കലിൽ ഇടുന്നതാണോ ഇവരുടെ നീതി? ഇത് എന്ത് കാട്ടുനീതി ആണ് ഈ ഗവൺമെൻറ് ഇവിടെ നടത്തുന്നത്? കുടുംബങ്ങളുടെ നവീകരണത്തിനും ഞങ്ങളുടെ സിസ്റ്റേഴ്സ് ഒത്തിരിയേറെ പരിശ്രമിക്കുന്നുണ്ട്. കുടുംബം നന്നായാൽ സമൂഹം നന്നാവും, സമൂഹം നന്നായാൽ രാഷ്ട്രം നന്നാവും, രാഷ്ട്രം നന്നായാൽ ലോകം നന്നാവും. ഞങ്ങളുടെ വീട് നന്നാക്കാനല്ല പരിശ്രമിക്കുന്നത്, ഈ രാജ്യവും ഈ ലോകം മുഴുവനും നന്നാക്കാനാണ് സമർപ്പിതർ അധ്വാനിക്കുന്നത്. കൗൺസിലിംഗ് സെന്റേഴ്സ്, അതും സിസ്റ്റേഴ്സ്, അതുപോലെ സമർപ്പിതർ വൈദികരും ഒക്കെ നടത്തുന്ന വലിയൊരു സേവന രംഗമാണ്. അവിടെ ഈ നാനാജാതി മതസ്ഥരാണ് നിർദ്ദേശങ്ങൾ തേടിയും അവരുടെ ദുഃഖഭാരം ഇറക്കി വയ്ക്കുവാനും ആയിട്ട് വരുന്നത്. അനീതിപരമായ അസത്യങ്ങളായ കുറ്റാരോപണങ്ങൾ ഉന്നയിച്ച് നിഷ്കളങ്കരെ ക്രൂശിക്കുന്ന ഒരു ജനക്കൂട്ടം, അതിന് കൂട്ടു നൽകുന്ന ഭരണകൂടവും, വേലി തന്നെ വിളതിരുന്ന കാലം. ഞാൻ തെറ്റാണ് പറഞ്ഞതെങ്കിൽ നീ അത് തെളിയിക്കുക, ശരിയാണെങ്കിൽ എന്തിന് നീ എന്നെ അടിച്ചു? യേശുവിനെ അടിച്ച പടയാളികളോട് ചോദിച്ചതാണ്. ഇത് തന്നെയാണ് ഞങ്ങൾക്കും ചോദിക്കാനുള്ളത്. ഞങ്ങൾ എന്ത് തെറ്റാണ് ഞങ്ങളുടെ സഹോദരിമാർ ചെയ്തത്? ഞാനാണ് അവരെ പിടിച്ച് ഈ കൽത്തുറുങ്കിൽ അടച്ച 10 ദിവസം നവരാത്രികൾ. ഇനി മറ്റുള്ളവർ ദൈവമായി കണ്ട് ശുശ്രൂഷിക്കുന്നതാണോ ഞങ്ങൾ ചെയ്യുന്ന തെറ്റ്? ആരുപോലും ഇല്ലാത്തവരെ സഹായിക്കുന്നതാണോ തെറ്റ്? ഞങ്ങളുടേതല്ലാത്ത അച്ഛനെ, അമ്മയെ, കുട്ടികളെ, കുഞ്ഞുങ്ങളെ, യുവാക്കളെ ഒക്കെ സ്വന്തം അമ്മയെ പോലെ, അച്ഛനെ പോലെ, സഹോദരനെ പോലെ, കുഞ്ഞുങ്ങളെ പോലെ
ഒക്കെ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നതാണോ ഞങ്ങൾ ചെയ്യുന്ന തെറ്റ്? ഒരമ്മയെ അച്ഛനെ നോക്കാൻ പറ്റാത്ത ഈ കാലഘട്ടത്തിൽ കുടുംബങ്ങളിൽ നിന്ന് അവർ ഉപേക്ഷിച്ച് കളയുമ്പോൾ 100 അതിലധികമോ അച്ഛനമ്മമാരെ ഉറക്കം വിളിച്ചിരുന്ന് ശുശ്രൂഷിക്കുകയും അവരുടെ സുസ്ഥിതിക്കും ആരോഗ്യത്തിനും വേണ്ടി പണിപ്പെടുന്നതാണോ സിസ്റ്റേഴ്സ് ചെയ്യുന്ന തെറ്റ്? ഭവനമില്ലാത്തവർക്ക് ഭവനം വയ്ക്കാൻ സഹായിച്ചു കൊടുക്കുന്നു, മരുന്ന് വാങ്ങാൻ പറ്റാത്തവർക്ക് മരുന്ന് കൊടുക്കുന്നു, ചികിത്സ സംലഭ്യമാക്കുന്നു, വിവാഹം കഴിക്കാൻ കഷ്ടപ്പെടുന്നവർക്ക് അതിനുള്ള ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നു. ഇതൊക്കെയാണോ ഞങ്ങളുടെ തെറ്റ്? എവിടെയെന്നാണ് ഇതിനൊക്കെ ചെലവ്? ഈ പണം എവിടെ നിന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്നു? ഞങ്ങൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന കിട്ടുന്ന പൈസ തന്നെയാണ്. വല്ലവരും സ്വന്തം വീടും നാടും മക്കളെയും ഒക്കെ വലിയ നിലയിൽ എത്തിക്കാനും ഒക്കെ നിങ്ങൾ ശ്രമിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന അധ്വാന ഫലം കൊണ്ടാണ് ഞങ്ങളുടെ സ്ഥാപനങ്ങളും അവിടെ ഉള്ളവരെയും നോക്കി പരിരക്ഷിക്കുന്നത്. പിന്നെ ആരുടെയെങ്കിലൊക്കെ ഔദാര്യം കൊണ്ട് കിട്ടുന്ന സംഭാവനകൾ വഴി. ഇനി ഈ സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ നോക്കിയാൽ കാണാം, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എത്ര ശതമാനം ക്രിസ്ത്യാനികളുണ്ട്, എത്ര ശതമാനം ഹിന്ദുസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്, മറ്റ് ജാതിയിൽപ്പെട്ടവർ എത്ര പേരുണ്ട് എന്ന് നമുക്ക് നോക്കിയാൽ അറിയാം. നമ്മുടെ ആസ്പത്രികൾ, അനാഥ മന്ദിരങ്ങൾ, വൃദ്ധ മന്ദിരങ്ങൾ, ഇവിടെയൊക്കെ അധികം ദൂരത്തേക്കൊന്നും പോകണ്ട. ഇവിടെ നിന്ന് അധികം ദൂരമില്ലേ, മോതിരക്കണ്ണി എന്ന് പറയുന്ന സ്ഥലം, അവിടെ അമ്മ എന്നൊരു ആതുരാലയമുണ്ട്. അവിടെ നിന്ന് പോയാൽ കാണാം 100-ലധികം എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട, നോക്കാൻ ആരുപോലും ഇല്ലാത്ത അപ്പന്മാരും അമ്മമാരും അച്ഛന്മാരും ഉപ്പമാരും ഉമ്മമാരും ഒക്കെ അവിടെയുണ്ട്. ഞങ്ങൾ ജാതി വർഗം വർണ്ണമൊന്നും നോക്കിയിട്ടല്ല അവിടെ ആളുകൾ എടുക്കുന്നത്. ഒന്ന് പോയാൽ നമുക്ക് കാണാം. അവിടേക്ക് ഞങ്ങൾ സിസ്റ്റേഴ്സ് ഉപവസിച്ചും പ്രാർത്ഥിച്ചും അധ്വാനിച്ചും ആണ് അവർക്ക് ശുശ്രൂഷ ചെയ്യുന്നത്. ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ഞങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല. ഞങ്ങളുടെ ഏറെ സ്നേഹമുണ്ട്. ഒരു വിവാഹം കഴിച്ചു കൊടുക്കുന്ന ഒരു സഹോദരി അല്ലെങ്കിൽ മകൾ എന്നതിനേക്കാൾ കൂടുതലായി അവർ ഞങ്ങളെ സ്നേഹിക്കുന്നു, ഞങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നു, ഉൾക്കൊണ്ടാവലരാണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ പത്രത്തിലും വീഡിയോയിലൊക്കെ കണ്ടു, ആ ഒരു സിസ്റ്ററിൻ്റെ സഹോദരൻ ജയിലിൽ ചെന്ന സിസ്റ്ററിനെ കണ്ടതിന് ശേഷം കണ്ണീരോടുകൂടി പുറത്തേക്ക് വരുന്ന കാഴ്ച. അവർക്കും നല്ല ആശങ്കയും വേദനയുമുണ്ട് സിസ്റ്റേഴ്സിൻ്റെ ഈ വേദനാവസ്ഥയിൽ. ഇന്ത്യൻ ഭരണഘടന 25, 26, 27, 28 ഇതിൽ മതേതരത്വത്തെക്കുറിച്ച്, സെക്യുലറിസത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഭരണഘടനയാണ് നമ്മുടെ ബലം, വേറൊന്നുമല്ല. പലരും ചോദിക്കുന്നിടുമ്പോൾ ഭരണഘടന ഉയർത്തിപ്പിടിച്ചിട്ടാണോ എന്ന്. അല്ലാതെ പിന്നെ എന്തോ ഉള്ളത്? ഭരണഘടനയാണ് എല്ലാവർക്കും ഉയർത്തിപ്പിടിക്കാനുള്ളതും സംരക്ഷിക്കാനുള്ളതും കാത്തു പാലിച്ച് ജീവിക്കാനുള്ളത്. ഈ ഭരണഘടനയിൽ പറയുന്നുണ്ട് ഏത് മതത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനും അനുഷ്ഠാനങ്ങൾ നടത്താനും ഒക്കെ മനുഷ്യൻ്റെ ഫണ്ടമെന്റൽ റൈറ്റാണ്, അവൻ്റെ മൗലിക അവകാശമാണ്. അപ്പോൾ അത് നമുക്ക് ഇത് ഇനിയായാലും അതിനെ കാത്ത് സംരക്ഷിക്കേണ്ടതും നമ്മുടെ കടമയാണ്. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായാലും അതെ, മത ആചാരങ്ങൾ അനുഷ്ഠിക്കാനും റിലീജിയൻ പഠിപ്പിക്കാനും നമുക്ക് അവകാശമുണ്ട്. അത് നമ്മൾ ചെയ്യേണ്ടത് തന്നെയാണ്. എന്തൊക്കെ തന്നെയായാലും നമ്മുടെ അധികാരി ഒന്ന് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അധികാരി എന്ന് പറയുമ്പോൾ എല്ലാവരും നമുക്കൊക്കെ ഓരോ വിധത്തിലുള്ള അധികാരങ്ങളുണ്ട്. അപ്പോൾ അധികാരം മനുഷ്യൻ നൽകുന്നത് ശുശ്രൂഷ ചെയ്യാനാണ്. രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ഈശോയെ പീലാത്തോസ് ഈശോയോട് ചോദിച്ചു, നിന്നെ വെറുതെ വിട്ടയക്കാനും ശിക്ഷിക്കാനും എനിക്ക് അധികാരമുണ്ടെന്ന് എനിക്കറിയാലോ. എന്താ ഈശോ മറുപടി പറഞ്ഞേ? ഉന്നതത്തിൽ നിന്ന് നൽകപ്പെടാത്ത ഒരു അധികാരവും നിനക്ക് ഇല്ല എന്ന്. ഇതുപോലെ തന്നെയാണ് ആർക്കായാലും, അപ്പനായാലും അമ്മയ്ക്കായാലും നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ആർക്കായാലും, പ്രസിഡന്റായാലും പ്രധാനമന്ത്രിയായാലും ജഡ്ജിയായാലും ഒക്കെ അധികാരം നൽകപ്പെടുന്നത് ശുശ്രൂഷ ചെയ്യാനും നീതി സ്ഥാപനത്തിനും വേണ്ടിയാണ്. സമാധാനം നീതിയിലൂടെ മാത്രമേ ലോകത്ത് സംജാതമാകുകയുള്ളൂ. അപ്പോൾ എവിടെ നീതിയുണ്ടോ അവിടെ സമാധാനം ഉണ്ടാകും. പ്രജകൾക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് നീതി ലഭിക്കാത്തിടത്തോളം കാലം രാജ്യത്ത് സമാധാനവും സന്തുലിതാവസ്ഥ ഉണ്ടാകില്ല. നീതി ലഭിച്ചാൽ മാത്രമേ സമാധാനം ഉണ്ടാവുകയുള്ളൂ. ഈ അവസരത്തിൽ നമുക്ക് നല്ലത് നാളേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ അവകാശങ്ങളെക്കുറിച്ചും കടമകളെക്കുറിച്ചും കൂടുതൽ ബോധ്യമുള്ളവരാകാം. ദൈവത്തെ മറ്റുള്ളവരിൽ കണ്ടുകൊണ്ട് നമുക്ക് ശുശ്രൂഷ ചെയ്യാം.
1913 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം കരസ്ഥമാക്കിയ കൽക്കട്ടയിലെ രവീന്ദ്രനാഥ് ടാഗോർ സ്വതന്ത്ര രാജ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു പ്രാർത്ഥിക്കുന്നുണ്ട്. ഗീതാഞ്ജലിയുടെ 35ാമത്തെ കവിത. അത് ഒന്ന് അദ്ദേഹത്തോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. മനസ്സ് ഭയരഹിതമായും തല ഉയർത്തി നിൽക്കുന്നിടത്ത്, അറിവ് സ്വതന്ത്രമായിരിക്കുന്നിടത്ത്, ഇടുങ്ങിയ മതിലുകളാൽ ലോക കഷണങ്ങളായി വിഭജിക്കപ്പെടാത്തിടത്ത്, സത്യത്തിൻ്റെ ആഴത്തിൽ നിന്ന് വാക്കുകൾ പുറത്തു വരുന്നിടത്ത്, അക്ഷീണ പരിശ്രമം പൂർണ്ണതയിലേക്കായി നീട്ടുന്നിടത്തേക്ക്, യുക്തിയുടെ വ്യക്തമായ പ്രവാഹം അന്ധവിശ്വാസങ്ങളെ മരുഭൂമിയിലെ മണലിലേക്ക് വഴിമാറിയിട്ടില്ലാത്തിടത്തേക്ക്, മനസ്സിനെ വിശാലമായ ചിന്തയിലേക്ക് പ്രവൃത്തിയിലേക്ക് നയിക്കുന്നിടത്തേക്ക്, സ്വാതന്ത്ര്യത്തിൻ്റെ ആ സ്വർഗത്തിലേക്ക് എൻ്റെ പിതാവേ, എൻ്റെ രാജ്യം ഉണരട്ടെ. താങ്ക് യു വെരി മച്ച്. അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു ഇരിഞ്ഞാലക്കുട രൂപതയുടെ പ്രസ്ബിറ്ററൽ കൗൺസിൽ സെക്രട്ടറി റവറൻഡ് ഫാദർ ആന്റണി മുക്കാട്ടുകരക്കാരൻ. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ടരായ വ്യക്തികൾ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമങ്ങളിലൂടെ വന്ന വാർത്തയെ ഒന്ന് വിശകലനം ചെയ്തപ്പോൾ അതിന്റെ പ്രോസസ്സ് എങ്ങനെയായി? ആദ്യം മാധ്യമങ്ങളിൽ വന്നു, ജനപ്രതിനിധികളിൽ ഇടപെടുന്നു, പാർലമെന്റിൽ ശ്രദ്ധിക്കുന്നു, ഇങ്ങനെയൊക്കെ പല രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ, പ്രതിഷേധ പരിപാടികൾ നടന്നിരുന്നു. അവസാനം ഈ വിഷയം ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ചെവിയിലെത്തി. വേണമെങ്കിൽ അവിടെ ഒരു വാക്കുകൊണ്ട് ഈ വിഷയത്തെ അവസാനിപ്പിക്കാമായിരുന്നു. പക്ഷെ ഒരിക്കലും അവരുടെ നാവിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വന്നില്ല. അതിനുശേഷം അടുത്തപടി നമ്മുടെ പ്രധാനമന്ത്രി മോദിയെ കാണുന്നു, വേണ്ടപ്പെട്ടവരൊക്കെ. അവിടെയും അവരിൽ നിന്ന് ഒരിക്കൽ പോലും ഒരു നീതി നിങ്ങൾക്ക് കിട്ടും എന്നുള്ള വാക്കിന് ഒരു മറുപടി നമുക്ക് കിട്ടിയിരുന്നില്ല. മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. മറ്റാവുന്ന രീതിയിലുള്ള എല്ലാ മേഖലകളിലും പ്രതിഷേധങ്ങൾ അരങ്ങേറിയപ്പോഴും ഒരിക്കലും ഭരണകൂടം ഈ കാര്യത്തിൽ ഒരു മറുപടിയും നമുക്ക് തന്നിരുന്നില്ല. എന്തുകൊണ്ടാണ് തരാതിരുന്നത് എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അവരെ അതായത് ഇതിന്റെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരെ, സിസ്റ്റേഴ്സിന്റെ നേരെ അക്രമം നടത്തിയവരെ കൈവിടാൻ അവർക്ക് താല്പര്യമില്ല. ഒരൊറ്റ മുഖമേ ഉള്ളൂ അവർക്ക്. അതായത് നിലവിൽ ഞങ്ങളുടെ അജണ്ട കൃത്യമായിട്ട് നടപ്പാക്കാൻ പറ്റുന്ന പ്രസ്ഥാനമാണത് എന്ന് കരുതി അവര് പറയുന്ന ആ വാക്കുകൾ അതേപടി വിശ്വസിച്ച് അവര് മുന്നോട്ട് പോയി എന്നുള്ളതാണ്. അതായിരുന്നു അവരുടെ ലക്ഷ്യം. ഒരു വാക്ക് പോലും വേണമെങ്കിൽ ഒരു വാക്കുകൊണ്ട് അവസാനിപ്പിക്കാവുന്ന ഒരു കാര്യം അത് ഇത്രയും നീട്ടി കൊണ്ടുപോയി എന്നുള്ളത് ഓർക്കുക. രണ്ട് പ്രധാനപ്പെട്ട കുറ്റങ്ങളാണ് ചുമത്തിയത്. മതപരിവർത്തനം ഒരിക്കൽ പോലും താൽക്കാലികമായിട്ടൊന്നും പെട്ടെന്ന് തന്നെ പുറത്തു കടക്കാൻ പറ്റാത്ത ഒരു വകുപ്പാണ്. മനുഷ്യക്കടത്ത് ഇതിനേക്കാൾ ഗൗരവമായിരിക്കുന്ന രീതിയിലാണ് ചുമത്താൻ പറ്റാവുന്ന ഏറ്റവും വലിയ കുറ്റങ്ങൾ ചുമത്തി തുറുങ്കലിൽ അടച്ചപ്പോൾ അവരുടെ അജണ്ട അതേപടി നടപ്പാക്കി എന്നുള്ളതാണ്. ഈ അവസരത്തിൽ ഈ സദസ്സ് പ്രതിഷേധിക്കുന്നത് ഒറ്റ കാര്യത്തിനാണ്. ഭരണഘടന വിഭാവനം നമുക്ക് നൽകുന്ന മതസ്വാതന്ത്ര്യം അത് ശരിയായിരിക്കുന്ന രീതിയിൽ ഭരണകർത്താക്കൾ നിർവഹിച്ച് കൃത്യമായിരിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാനും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ ഗവൺമെന്റ് ഏത് ഗവൺമെന്റുകളും നൽകണം എന്നുള്ള വലിയ ഒരു ആവശ്യമാണ് ഈ വേദിയിൽ ഉന്നയിക്കാനുള്ളത്. അതോടൊപ്പം മറ്റൊന്ന് പറയാനുള്ളത്, നമുക്കറിയാം നമ്മുടെ ഈ തൃശ്ശൂർ രൂപത അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള സന്യാസിനികളാണ് ഭൂരിഭാഗവും വടക്കേന്ത്യയിലും അതുപോലെ തന്നെ കേരളത്തിൽ ഇന്ത്യക്ക് പുറത്തൊക്കെ സേവനം ചെയ്യുന്നത്. നിങ്ങളുടെ ഒരു പ്രവർത്തന ശൈലി ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടെ കോളേജിലും സ്കൂളുകളിലൊക്കെ ജോലി ചെയ്ത് റിട്ടയർമെന്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർ തീരുമാനമെടുക്കും
ഒന്നെങ്കിൽ വടക്കേ ഇന്ത്യയിലേക്ക്, ഇല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക്. എന്തിനാ പോകുന്നത്? ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഇനിയും ക്രിസ്തുവിന് വേണ്ടി സേവനം ചെയ്യണം എന്നുള്ള താല്പര്യത്തിന്റെ വെളിച്ചത്തിൽ. ആ സേവനം എന്ന് പറയുന്നത് മനുഷ്യന്റെ മൂല്യങ്ങളെ ഉയർത്തുന്നതാണ്. ആ മൂല്യങ്ങൾ ഉയർത്താനുള്ള ഓരോരോ പരിപാടികളാണ് നമ്മൾ പ്രധാനമായിട്ടും വില്ലേജ് ഏരിയയിൽ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ വില്ലേജ് ഏരിയയിൽ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം അവരെ ഓരോരുത്തരെയും അഭിനന്ദിക്കുകയാണ്. അവരുടെ പ്രവർത്തനം ശക്തമാണ്. ആ പ്രവർത്തനം ഇനിയും തുടരാൻ സാധിക്കണം. കാരണം ഇത് കണ്ടൊന്നും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. ധീരതയോടെ തന്നെ മുന്നോട്ട് പോയി നമുക്ക് ഇനിയും നമ്മുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണം. അതിന് നമുക്ക് സാധിക്കണം. കാരണം നമ്മുടെ സ്ഥിരകളിൽ ഓടുന്നത് ക്രിസ്തുവിന്റെ രക്തമാണ്. ആ ഒരു രക്തം നമ്മളിൽ ഉണ്ടെങ്കിൽ ഇനിയും നമ്മൾ മുന്നോട്ട് പോകും. അല്ലെങ്കിൽ മതമർദ്ദന കാലഘട്ടവും എവിടെയെങ്കിലും ഒരു കൊലപാതകമോ നമുക്ക് നേരെ നടക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് പേടിച്ച് പിന്മാറും. ഒരിക്കലും പിന്മാറുന്ന ഒരു ശൈലിയല്ല ക്രൈസ്തവ സഭയിലേത് എന്നുള്ളത് ലോകത്തിന് മുമ്പിലേക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത് പ്രധാനമായിട്ടും ക്രിസ്തുവിന്റെ ശക്തി നമ്മളിലുള്ളതെന്ന്. അതുപോലെ ഇനിയും നമുക്ക് നമ്മുടെ പ്രസ്ഥാനങ്ങൾ തുടരാൻ സാധിക്കട്ടെ എന്നുള്ള ആഹ്വാനത്തോടു കൂടിയും എത്രയും വേഗം ഈ കേസുകളെല്ലാം ഒഴിവാക്കി സ്വതന്ത്രരായി ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ വിടുവാനുള്ള സാഹചര്യം ഭരണകൂടം ഒരുക്കി തരട്ടെ എന്നുള്ള ആഹ്വാനത്തോടു കൂടി എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു രൂപതയിലെ യുവജനങ്ങളുടെ പ്രതിനിധി അഡ്വക്കേറ്റ് ആൻലിൻ ഫ്രാൻസിസ് ആലപ്പാട്. നമസ്കാരം. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ബഹുമാന്യനായ ഇരിഞ്ഞാലക്കുട രൂപതാമെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ പിതാവേ, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, എൻ്റെ പ്രിയ രൂപതാജനങ്ങളെ, ഇത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഇന്ത്യൻ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയെങ്കിലും ഇന്ത്യ രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമാണെന്ന് എഴുതി വയ്ക്കപ്പെട്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ, അതായത് പ്രിയാമ്പിളിൽ 42ാം അമെൻമെന്റ് വഴി കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ളതാണ് സെക്യുലറിസം, അതായത് മതേതരത്വം. മതേതരത്തെ വ്യാഖ്യാനിക്കുന്നത് എല്ലാ മതങ്ങളും തുല്യരാണ്. ഏതൊരു ഇന്ത്യൻ പൗരനും ഇന്ത്യൻ യൂണിയൻ ടെറിട്ടറിക്കുള്ളിൽ ജീവിക്കുന്നവരുമായിട്ടുള്ള വ്യക്തിക്ക് ഒരു മതം ഉണ്ടാകുന്നതിനും ആ മതത്തിനോട് അനുബന്ധിച്ചിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പിന്തുടരുവാനുള്ള മൗലിക അവകാശം ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവരുത്തുന്നുണ്ട്. അതോടൊപ്പം ന്യൂനപക്ഷങ്ങൾക്ക് ഉറപ്പുവരുത്തുന്ന ചില അവകാശങ്ങളുണ്ട്. ആർട്ടിക്കിൾ 19, റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് റിലീജിയൻ, അഭിപ്രായ സ്വാതന്ത്ര്യം. ഏതൊരു ഇന്ത്യൻ പൗരനും സ്വന്തം അഭിപ്രായം ഭയമില്ലാതെ പ്രകടിപ്പിക്കാനുള്ള അവകാശം. ആർട്ടിക്കിൾ 25, ഇഷ്ടമുള്ള മതപ്രചാരണം, ആചാരാനുഷ്ഠാനങ്ങൾ പ്രവർത്തിക്കുവാനും പിന്തുടരുവാനുള്ള അവകാശം, സ്വതന്ത്രമായ വിശ്വാസം, മനസാക്ഷി സ്വാതന്ത്ര്യം എന്നിവ ഉറപ്പുവരുത്തുന്നു. ആർട്ടിക്കിൾ 26, മതപരമായ കാര്യങ്ങളുടെ നടത്തിപ്പിന് സ്വാതന്ത്ര്യം നൽകുന്നു. ആർട്ടിക്കിൾ 29, മൈനോറിറ്റീസ് റൈറ്റ്, അതായത് ന്യൂനപക്ഷ അവകാശങ്ങൾ. സാംസ്കാരികപരമായും ഭാഷാപരമായും ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടതും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ വിവേചനം ഇല്ലാതാവുകയും ചെയ്യണം എന്നുള്ള അവകാശം. ഇത്തരം മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവരുത്തുമ്പോൾ എന്തുകൊണ്ടാണ് 18ഉം 19 വയസ്സ് പ്രായപൂർത്തിയായ 3 പെൺകുട്ടികൾ സ്വന്തം താല്പര്യത്തോടും സ്വന്തം മാതാപിതാക്കളുടെ സമ്മതത്തോടും കൂടി അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സഭാംഗമായിട്ടുള്ള 2 സന്യാസിനികളോടൊപ്പം യാത്ര ചെയ്തപ്പോൾ മതപരിവർത്തനത്തിനും മനുഷ്യക്കടത്തിനും
കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ ന്യൂനപക്ഷങ്ങളെ ചോദ്യം ചെയ്യാനായിട്ട് ഹിന്ദു മത തീവ്രവാദ പ്രവർത്തകരായ ബജ്രംഗി പ്രവർത്തകരെ വിളിച്ചു വരുത്തി അവരുടെ കർശന നിർദ്ദേശത്തോടുകൂടി ആൾക്കൂട്ട വിചാരണക്കിടയാക്കിയത്? അക്ഷരം പഠിപ്പിച്ചെന്ന് പറയാൻ പറ്റാത്തത് കൊണ്ടാകാം കേട്ടാൽ ചോര തിളയ്ക്കുന്ന ഒരു വാക്കിന്റെ നടുവിൽ അവരെ തുറുങ്കിലടക്കപ്പെട്ടത്. മതപരിവർത്തനം. വയറൊട്ടിയ മനുഷ്യന് ഒരു നേരത്തെ അന്നം കൊടുത്തത് കൊണ്ടാകാം അവരെ അറസ്റ്റ് ചെയ്യപ്പെടുത്തത്. മനുഷ്യക്കടത്ത്. എൻ്റെ പ്രിയപ്പെട്ട BJP പ്രവർത്തകരെ, ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമല്ല. ഇന്ത്യ ഒരു പ്രത്യേക മതാധിഷ്ഠിത രാഷ്ട്രമല്ല. ഇന്ത്യ ഒരു മതേതരത്വ രാഷ്ട്രമാണ്. ഇന്ത്യ ഈസ് എ സെക്യുലർ സ്റ്റേറ്റ്. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷാവകാശങ്ങൾ കാത്തു സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ ഔദാര്യമല്ല, മറിച്ച് ഞങ്ങളുടെ അവകാശമാണ്. പ്രിയപ്പെട്ട സംഘപരിവാർ പ്രവർത്തകരെ, നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾക്ക് സന്യസ്തർ ആരാണെന്ന് അറിയാമോ? വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യം. നിങ്ങൾ ലോകം മുഴുവൻ പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുകയും നിങ്ങൾ ലോകം മുഴുവൻ പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുകയും തിരുവചനത്തെ ഏറ്റെടുത്തുകൊണ്ട് സ്വന്തം വീടും സ്വന്തം കുടുംബവും സ്വന്തം നാടും ഉപേക്ഷിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ഇല്ലാതാകുന്നവരാണ് സന്യാസിനികൾ. ദരിദ്രത്തെ ഏറ്റെടുത്ത് വിദ്യാഭ്യാസം പഠിപ്പിച്ച് കുഷ്ഠരോഗികളെ മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ഇല്ലാതാകുന്നവർ. നിങ്ങളുടെ സ്കൂളുകളിലും നിങ്ങളുടെ കോളേജുകളിലും പഠിപ്പിച്ച സന്യസ്തർ നിങ്ങളെ മതം മാറ്റാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? തെരുവില് ഒരു പുതിയ ചോറുമായി എത്തിയ സന്യസ്തർ നിങ്ങളെ മതം മാറ്റാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? ചില സംഘപരിവാർ പ്രവർത്തകർ വിശുദ്ധ മദർ തെരേസ ഒരു പാൽപ്പൊടി കൊടുത്തിട്ടാണ് മതം മാറ്റിയെന്ന് പറഞ്ഞു നടക്കുന്നവരും എഴുതി നടക്കുന്നവരുണ്ട്. എന്നാൽ നിങ്ങൾ കേട്ടോളൂ, അങ്ങനെ മതം മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ന്യൂനപക്ഷ സമുദായങ്ങൾ വെറും 2% ഒതുങ്ങുകയില്ലായിരുന്നു. BJP പ്രവർത്തകരെ, സംഘപരിവാർ പ്രവർത്തകരെ. ഛത്തീസ്ഗഡിലെ വിഷയം ഇങ്ങ് കേരളത്തിൽ അലയടിക്കുമ്പോൾ പരിചയത്തിലുള്ള മിഷണറി പ്രവർത്തകയായ ഉത്തരേന്ത്യയിലെ ഒരു FCC കന്യാസ്ത്രീ FCC സിസ്റ്റർ അമ്മയോട് ഞാൻ ചോദിക്കുകയുണ്ടായി, സിസ്റ്റർ അമ്മേ, ഇനി ട്രെയിനിലും ബസ്സുകളിലൊക്കെ നമുക്ക് ഉടുപ്പിട്ട് നടക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ലേ? നമുക്ക് ഉടുപ്പൊക്കെ മാറ്റി ചുരിദാറാക്കേണ്ട അവസ്ഥ വരുമല്ലേ സിസ്റ്റർ അമ്മേ? സിസ്റ്റർ അമ്മയുടെ ഉത്തരം കേട്ട് എനിക്ക് അഭിമാനവും സന്തോഷവും തോന്നി. മറ്റൊന്നല്ല, എൻ്റെ കഴുത്തറുത്ത് ഞാൻ മരിക്കേണ്ടി വന്നാലും എൻ്റെ തിരുവസ്ത്രം ഉപേക്ഷിക്കില്ല. എൻ്റെ കഴുത്തറുത്ത് ഞാൻ മരിക്കേണ്ടി വന്നാലും ഞാൻ തിരുവസ്ത്രം ഉപേക്ഷിക്കില്ല, എൻ്റെ അസ്തിത്വം ഉപേക്ഷിക്കില്ല എന്നതായിരുന്നു സിസ്റ്റർ അമ്മയുടെ ഉത്തരം. എൻ്റെ മുമ്പിലിരിക്കുന്ന ഏതൊരു സന്യസ്തരോടും സന്യാസിനികളോടും ചോദിച്ചാലും ഇത് തന്നെയായിരിക്കും ഉത്തരം. കാരണം രക്തം കണ്ട് ഭയപ്പെടുന്നവരല്ല സന്യാസിനികൾ. രക്തം കൊണ്ടാണ് തിരുസഭ വാർത്തകൾ. ക്രിസ്തു നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച് രക്തമുയർത്തിട്ടാണ് സന്യാസിനികൾ ഉയർന്നു വന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഭയപ്പെടില്ല. കാരണം ഫാദർ സ്റ്റാൻ സ്വാമിയും സിസ്റ്റർ റാണി മരിയും ഗ്രഹാൻ സ്റ്റീനും മണിപ്പൂറും ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പേടിയില്ല. ന്യൂനപക്ഷ സമുദായങ്ങളുടെ അവകാശമാണിത്. BJP സർക്കാരിന്റെ ഔദാര്യമല്ല, ഇത് ഞങ്ങളുടെ അവകാശമാണ്. ഞങ്ങൾ ശബ്ദം ഉയർത്തുക തന്നെ ചെയ്യും. ഞങ്ങൾ ഇതിന് പ്രതികരിക്കുക തന്നെ ചെയ്യും. മനസാക്ഷി ഇനിയും മരവിച്ചു പോകാത്ത, പ്രതികരണശേഷി ഇനി നഷ്ടപ്പെട്ടു പോകാത്ത ക്രിസ്തുവിന്റെ മക്കൾ ഞങ്ങൾ പ്രതികരിക്കുകയും ഞങ്ങൾ ശബ്ദം ഉയർത്തുകയും തന്നെ ചെയ്യും. ഇനി നമ്മളോട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് വേണ്ടത് തിരിച്ചറിവാണ്. ന്യൂനപക്ഷ അവകാശങ്ങളെ കുറിച്ചുള്ള തിരിച്ചറിവ്. ക്രൈസ്തവ സഭയിൽ നിന്ന് വേണ്ട അധികാരികളെയും രാഷ്ട്രീയ അധികാരികളെയും മേലുദ്യോഗസ്ഥർക്കും വേണ്ട ക്രൈസ്തവ സഭയിൽ നിന്നുള്ള അംഗങ്ങൾ, ക്രൈസ്തവ സഭയിൽ ഇത് വേണ്ട പൊതുമാധ്യമങ്ങൾ, മിഷണറി പ്രവർത്തനങ്ങൾ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാനുള്ള മാധ്യമങ്ങൾ. അതൊന്നുമില്ലെങ്കിൽ ഛത്തീസ്ഗഡിൽ സംഭവിച്ച പോലെ ഇന്നും കേരളത്തിൽ സംഭവിക്കും. കേരളത്തിൽ സംഭവിക്കാൻ അത്ര ദൂരമല്ല. കാരണം കേരളത്തിൽ ഉയർന്ന പ്രതിഷേധങ്ങൾക്കെതിരെ വിഷം തൊപ്പിവരും നമുക്കിടയിൽ തന്നെ നമ്മുടെ പക്ഷത്തും ഉണ്ട്. അമ്മയെ തല്ലിയാൽ പോലും പക്ഷം എന്ന് പറയുന്ന പോലെ തന്നെ
നമ്മുടെ നാട്ടിലും ഉയർന്നു വരുന്ന 2 വാദങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. അവസാനമായിട്ട് ഒരു ചോദ്യം: ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? സത്യം ജയിക്കട്ടെ, ക്രിസ്തു ജയിക്കട്ടെ. ജയ് ക്രൈസ്റ്റ്, ജയ് യേശു. തുടർന്ന് അഭിവാദ്യങ്ങൾ അർപ്പിക്കാനായി പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി ശ്രീ ഡേവിസ് ലൂക്കനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അഭിനന്ദ പിതാവേ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, വൈദികരെ, സന്യസ്തരെ, ഇരിഞ്ഞാലക്കുട രൂപതാംഗങ്ങളെ, മാധ്യമപ്രവർത്തകരെ, നമ്മുടെ സഹോദരിമാരായ വന്ദന സിസ്റ്ററിനും പ്രീതി സിസ്റ്ററിനും ജാമ്യം കിട്ടി. അവിടെ കൊണ്ട് പ്രശ്നം തീരുന്നുണ്ടോ? ജാമ്യം കിട്ടിയതൊന്നും വലിയൊരു കാര്യമല്ല. അവരുടെ പേരിൽ എടുത്തിരിക്കുന്ന എല്ലാ കേസുകളും പൂർണ്ണമായി തന്നെ വിഡ്രോ ചെയ്ത് ഈ സാഹചര്യത്തിലേക്ക്, ഈ ഒരു അവസ്ഥയിലേക്ക് നാടിനെ കൊണ്ടെത്തിച്ച വ്യക്തികളെ അറസ്റ്റ് ചെയ്യുകയും അവരെ കുറ്റവിചാരണ നടത്തുകയും ചെയ്യണം. അങ്ങനെയാണ് ഒരു ഗവൺമെന്റ് മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെയാണ് ഒരു ഭരണഘടനയ്ക്ക് വില വരുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കണം. ഈ ഭരണഘടനയാണ് വർഷങ്ങളിലൂടെ നമ്മൾ പോകുന്നതെങ്കിൽ ഇപ്പോഴെന്താണ് പ്രശ്നം? ഇവിടെയാണ് നമ്മൾ ജാഗ്രതാപൂർവം മുന്നോട്ട് പോകേണ്ടത്. നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം. കാരണം 10ഓളം സ്റ്റേറ്റുകളിൽ ഈ കരി നിയമം വന്നു കഴിഞ്ഞു. ഇനി എപ്പോ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഈ നിയമം വരാം. അതുകൊണ്ട് തന്നെ നമ്മൾ ന്യൂനപക്ഷമായിരിക്കുന്ന ഈ അവസരത്തിലും നമ്മൾ ജാഗ്രത കാണിക്കണം. ബോധപൂർവമായ ജാഗ്രത നമുക്കുണ്ടായിരിക്കണം. ഞാനൊക്കെ വരുന്നത് ഇരിഞ്ഞാലക്കുട എടക്കുളം ഭാഗത്താണ്. അവിടെ വളരെ മനോഹരമായ ഒരു പുണ്യക്ഷേത്രമുണ്ട്. അത് നാലമ്പലവുമായി ബന്ധപ്പെട്ട പുണ്യക്ഷേത്രമാണ്. അവിടെ ധാരാളം വ്യക്തികൾ അവരെ പൂജയ്ക്കായും മറ്റും വരുന്നു. വളരെ സൗഹാർദ്ദപൂർവ്വമാണ് നമ്മളവിടെ അവരെ സ്വീകരിക്കുന്നതും അല്ലെങ്കിൽ അവരോട് ഇടപഴകുന്നതും അവർ നമ്മോട് ഇടപഴകുന്നതുമൊക്കെ വളരെ നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുക. അതാണ് ആർഷഭാരത സംസ്കാരത്തിന്റെ അധിഷ്ഠിതമായിരിക്കുന്ന കാര്യങ്ങൾ. പക്ഷെ ഇപ്പോ നമുക്ക് ഒന്നും കൂടി ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുക. പണ്ടൊക്കെ ഒരു പള്ളിപ്പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞാല് നമ്മൾ ആ നാടിന്റെ തന്നെ ഒരു ആഘോഷമാണ്. പള്ളിപ്പെരുന്നാളുകളിലെ ആഘോഷങ്ങളിൽ അവർ പങ്കെടുക്കുന്നു, അമ്പലങ്ങളിലെ ഉത്സവങ്ങളിലും മറ്റും നമ്മൾ പങ്കെടുക്കുന്നു, അല്ലെങ്കിൽ മഹല്ലുകളിലെ ആഘോഷങ്ങളിലെ എല്ലാ നാട്ടുകാരും ഒരുപോലെ പങ്കെടുക്കുന്നു. ഇപ്പൊ കുറച്ചു കാലങ്ങളായിട്ട് അതിലൊക്കെ ചെറിയ ചെറിയ കുറവുകളും സംശയങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എവിടെയാണ് പ്രശ്നം എന്നിരിക്കുന്നത്? ഈ മാറ്റങ്ങൾ വെറുതെ വരുന്നതാണോ? അല്ല. എന്തൊക്കെയോ ലാഭങ്ങൾക്ക് വേണ്ടി ആരൊക്കെയോ മനസ്സിൽ കണക്കുകൾ കൂട്ടിക്കൊണ്ട് അവരെല്ലാം ആട്ടിൻ തോളിട്ട് തെന്നായ്ക്കളായിട്ട് ഇന്നിപ്പോ വിലസുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ കേരളത്തില് ജാഗ്രതയോടുകൂടെ നമ്മളായിരിക്കണം. നമ്മൾ ഈ കാണുന്ന സമൂഹത്തെ പല തട്ടുകളാക്കി തിരിച്ചുകൊണ്ട് വിഭാഗീയതയെ വളർത്തുന്ന ഒരു സംസ്കാരത്തിലേക്ക് ഒരു കൂട്ടം ആളുകൾ പോകുന്നുണ്ട്. തടയണം നമ്മൾ അവർക്ക് ശക്തമായ പ്രതിരോധം അവർക്കെതിരെ തീർക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോയി കഴിഞ്ഞാൽ തടഞ്ഞു നിർത്താനായിട്ട് നമ്മളെ കൊണ്ടാവില്ല. കാരണം നമ്മൾ ന്യൂനപക്ഷമാണ്. ഭരണഘടന നമുക്ക് അനുവദിച്ചു തരുന്ന സ്വാതന്ത്ര്യം, ജീവിക്കാനും നമുക്കിഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനും ആ മതം പ്രചരിപ്പിക്കാനും നമ്മുടെ ഭരണഘടന നമുക്ക് സ്വാതന്ത്ര്യം തരുന്നുണ്ട്. ആരുടെയും ഔദാര്യമല്ലെന്ന് നമുക്കൊക്കെ അറിയാം. ഇത് നിഷേധിക്കുന്നവർ ആരായാലും അവരുടെ പ്രവർത്തനങ്ങളെ ശക്തിയുക്തം നമ്മൾ എതിർക്കേണ്ടിയിരിക്കുന്നു. ഈ അവസ്ഥകളെ ഉന്മൂലനം ചെയ്യാനായിട്ട് നമ്മുടെ ക്രൈസ്തവർ തന്നെ മുന്നോട്ട് പോകണം. ഈ ഭാരതത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ സ്നേഹക്കടത്ത് നടത്തുന്ന കന്യാസ്ത്രമ്മമാർ നമുക്കുണ്ട്. ഇവര് പറയുന്ന പോലെ
മനുഷ്യക്കടത്തോ മതപരിവർത്തനമോ അല്ല അവർ ചെയ്യുന്നത്. അവരവിടെ ചെയ്യുന്നത് സ്നേഹക്കടത്താണ്. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാനും മറ്റുള്ളവരിൽ യേശുവിനെ കാണാനുമാണ് അവർ അവിടെ നമ്മളോട് അവരവർക്ക് പകർന്നു കൊടുക്കുന്നത്. ഇനി നമ്മളിപ്പോൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നവർക്ക് നമ്മുടെ ഇരിഞ്ഞാലക്കുട രൂപതയിലെ സംഘടനകളുടെ ഭാരവാഹികൾ മാത്രമാണ് ഇരിക്കുക. നമ്മുടെ ജനമൊന്നും ഇളകിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇന്നിവിടെ പറയുകയാണ്, ഞങ്ങളുടെ അഭിനന്ദനായ ഇടയനോടൊപ്പം ഈ ചാലക്കുടിയുടെ സെന്ററിൽ നിന്നുകൊണ്ട് പറയുകയാണ്, ഞങ്ങളെ നിങ്ങൾ കുറച്ച് കാണരുത്. ഞങ്ങളുടെ പിതാവ് എന്ന് പറഞ്ഞാൽ നാളെ ചാലക്കുടിയല്ല എവിടെയും ഇറങ്ങാവുന്ന രീതിയിലുള്ള ഒരു കൂട്ടം ഞങ്ങൾക്കുണ്ട്. അതൊക്കെ ഞങ്ങളുടെ പൂർവികർ നിങ്ങൾ ഓർത്തു വയ്ക്കാൻ മതി. ഞങ്ങളുടെ പൂർവികർ പകർന്നു തന്ന രക്തം തന്നെയാണ് ഇന്നും ഞങ്ങളുടെ ശരീരത്തിലൂടെ ഒഴുകുന്നത്. ഒരു സംശയവുമില്ല. ഞങ്ങൾ അഭിനന്ദ പിതാവ് ഒരു വാക്ക് പറഞ്ഞാൽ നാളെ ഈ ചാലക്കുടിയും കേരളവും എന്താകുമെന്ന് ഞങ്ങൾ അന്ന് കാണിച്ചു തരാം. എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ സമ്മേളനത്തിന്റെ സമാപനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഏറ്റവും പ്രധാനമായ പ്രതിഷേധ പ്രമേയം അവതരണമാണ്. തുടർന്ന് മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ പ്രതിഷേധ പ്രമേയ അവതരണം നടത്തുന്നു. പ്രിയമുള്ളവരെ, ഭാരത് നടമാടുന്ന ക്രൈസ്തവ പീഡനങ്ങൾക്കെതിരെ ഇരിഞ്ഞാലക്കുട രൂപത 2025 ഓഗസ്റ്റ് 3 സംഘടിപ്പിച്ച പ്രതിഷേധ സദസ്സ് അവതരിപ്പിക്കുന്ന പ്രമേയം ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും ഭരണഘടനയും സമാനതകളില്ലാത്ത വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന അന്ധകാര ശക്തികൾ വർഗീയപക്ഷത്തിന് വെത്തുവിതച്ചുകൊണ്ടിരിക്കുന്ന ദിശാസന്ധിയിലാണ് ഇന്ന് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ. ക്രൈസ്തവർക്ക് നേരെ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങൾ അവരെ നിശബ്ദരാക്കാനും നിർവീര്യമാക്കാനുള്ള ആസൂത്രിത ശ്രമങ്ങളുടെ ഭാഗമാണെന്ന് നാം തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടന 25-26 വകുപ്പുകൾ പ്രകാരം ഓരോ പൗരനും ഉറപ്പ് നൽകിയിട്ടുള്ള മതസ്വാതന്ത്ര്യത്തിനും പൗരാവകാശങ്ങൾക്കും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും എതിരെയുള്ള ഹീനമായ കയ്യേറ്റത്തിൻ്റെ ഞെട്ടലിലാണ് ഇന്ത്യയിലെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ. ഏറെക്കാലമായി വിവിധ സംസ്ഥാനങ്ങൾ രൂപം കൊണ്ടിട്ടുള്ള ക്രൈസ്തവ വിരുദ്ധതയുടെ ഏറ്റവും നീചമായ മുഖമാണ് ഛത്തീസ്ഗഡിൽ നാം കണ്ടത്. ഭാരതത്തിൻ്റെ ആത്മാവിനെ മുറിവേൽപ്പിച്ച സംഭവത്തെ ന്യായീകരിച്ച് സംസ്ഥാന മുഖ്യമന്ത്രിയും BJP നേതാക്കളും ബജറംഗ് ദൾ സംഘപരിവാർ അംഗങ്ങളും നടത്തിയ പരാമർശങ്ങൾ ഇനിയുള്ള നാളുകളിൽ സമാനമായ സംഭവങ്ങൾ നമുക്ക് ചുറ്റും ആവർത്തിക്കുമെന്നതിൻ്റെ സൂചനയാണ്. ഇന്ത്യയുടെ ജനാധിപത്യത്തിലും മതനിരപേക്ഷതയിലും ബഹുസ്വരതയിലും വിവിധ ജനവിഭാഗങ്ങൾ തമ്മിൽ നിലനിൽക്കുന്ന മതസൗഹാർദ്ദത്തിലും വിശ്വസിക്കുന്ന പ്രബുദ്ധരായ എല്ലാ മത രാഷ്ട്രീയ സാംസ്കാരിക മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളും വ്യക്തികളും മതതീവ്രവാദത്തിന് തീക്ഷ്ണമായ കടന്നുവരവിനെ അപലപിച്ചു കഴിഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രമെന്ന ഇന്ത്യയുടെ സൽപ്പേരിന് കളങ്കമേൽപ്പിച്ച തീവ്ര ഹിന്ദുവാദത്തിന്റെ പ്രചണ്ഡ താണ്ഡവത്തെ ലോകമാധ്യമങ്ങളും ശക്തമായ ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട്. നിരപരാധികളായ 2 സന്യസ്തരെ ബജറംഗ് ദൾ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതിന് ഈ മഹാസമ്മേളനം ശക്തമായ ഭാഷയിൽ അപലപിക്കുന്നു. അവർക്കെതിരായ വ്യാജ കേസ് പിൻവലിക്കണമെന്ന് സംസ്ഥാന ഭരണകൂടത്തോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. സന്യസ്തർക്കെതിരെ വ്യാജാരോപണം ഉന്നയിച്ച് കയ്യേറ്റം ചെയ്തവരെയും അനുകൂട്ടുന്ന ഉദ്യോഗസ്ഥരെയും പോലീസിനെയും നിയമത്തിൽ മുൻ കൊണ്ടുവരണമെന്നും മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും ഇരിഞ്ഞാലക്കുട രൂപത നിർദ്ദേശിക്കുന്നു. ഭരണഘടന വിരുദ്ധവും മതസ്വാതന്ത്ര്യത്തിന്റെ നിഷേധവുമായ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടിയെടുക്കണമെന്ന് പ്രധാനമന്ത്രിയോടും രാഷ്ട്രപതിയോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം വിദ്വേഷ പ്രചരണങ്ങളിലൂടെ ജനങ്ങൾ ശത്രുത വളർത്തി ഭാരത ജനത ഭിന്നിപ്പിക്കാനും അധികാരം നേടാനും അത് നിലനിർത്താനുമുള്ള എല്ലാ അപകടകരമായ ശ്രമങ്ങളിൽ നിന്ന് എല്ലാ രാഷ്ട്രീയ കക്ഷികളും പിന്തിരിയണമെന്നും വർഗീയത ആയുധമാക്കിയ സംഘടനകളെ നിരോധിക്കണമെന്നും ഈ സമ്മേളനം ആവശ്യപ്പെടുന്നു. ഇതിക്ക് വേണ്ടിയുള്ള പീഡനം നേരിട്ടുവെന്ന് ഞങ്ങൾ സഹോദരിമാരുടെ വേദനയിൽ പങ്കുചേരുകയും വരാനിരിക്കുന്ന പോരാട്ടത്തെ അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു എന്ന് ഇരിഞ്ഞാലക്കുട രൂപത അംഗങ്ങൾ. നന്ദിയുടെ വാക്കുകളുമായി രൂപതയുടെ മുഖ്യാധികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് മാളിയെ കെലിച്ചു. ഏറ്റവും സ്നേഹമുള്ള അഭിമന്യ പിതാവേ, വേദിയിലും സന്ധ്യപ്പെട്ട എൻ്റെ ബഹുമാന സഹോദര വൈദികരെ, സന്യസ്തരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കേരളം അല്ല ഭാരതം കണ്ട ഏറ്റവും വലിയൊരു പ്രതിഷേധ സദസ്സിന് നമ്മൾ ഇന്ന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു. ഏറ്റവും വലിയ പ്രേക്ഷിത ഒരു വിദ്വേഷ അല്ലെങ്കിൽ
പ്രതിഷേധ സ്വരമാണ് ചാലക്കുടിയിൽ നിന്നും ഇരിഞ്ഞാലക്കുടി രൂപത ഉണർത്തിയതെന്ന് പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കുവാനായിട്ട് കഴിയട്ടെ. ഈ പ്രതിഷേധ സ്വരം ഭാരതത്തിന്റെ സ്ഥിരാകേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചെല്ലുവാനും ഭരണാധികാരികൾ ഇത് ഭരണഘടന അനുശാസിക്കുന്ന എല്ലാ തരത്തിലുള്ള എല്ലാ നീതിയും ധർമ്മവും നന്മയും എല്ലാവർക്കും അത് സംലഭ്യമാകുവാനും ഇടവരട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം ഇരിഞ്ഞാലക്കുടി രൂപത നടത്തിയ പ്രതിഷേധ സദസ്സ് നമ്മൾ തന്നെ ഇപ്രകാരം നടത്തേണ്ടത് ഏറ്റവും വലിയ ആവശ്യമായിരുന്നു. AD 52 നമ്മുടെ പിതാവായ മാർ തോമാസ് ശ്ലീഹ ഈ ഭാരത ഭൂമിയിലേക്ക് പ്രേക്ഷിത വര്യനായിട്ട് കടന്നു വന്നു. ഭാരതത്തിലേക്ക് കത്തോലിക്ക വിശ്വാസത്തിന്റെ ആ ബീജം പടർത്തിവിട്ടതും കൈത്തിരി കൊളുത്തിയതും ഈ ഇരിഞ്ഞാലക്കുടയിൽ നിന്നാണ്, കൊടുങ്ങല്ലൂരിൽ നിന്നാണ്. പ്രിയപ്പെട്ടവരെ, തോമാസ് ശ്ലീഹ ആദ്യത്തെ പ്രേക്ഷിത വര്യൻ. അദ്ദേഹവും പ്രേക്ഷിത പ്രവർത്തനയുടെ അവസാനം ദാരുണമായിട്ട് വധിക്കപ്പെടുകയാണ് ചെയ്തത്. ആ വധത്തിൽ നിന്നും ആ രക്തസാക്ഷ്യത്തിൽ നിന്നും 1000 തോമാസ് ശ്ലീഹമാർ ഉയർന്നു വന്നു. അപ്രകാരം കേരള സഭ ധന്യമായി ഈ കേരളം മുഴുവനും ഭാരതം മുഴുവനും ലോകം മുഴുവനും പ്രേക്ഷിതരാൽ നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ വന്ദന ഫ്രാൻസിസും പ്രീതി മേരിയും ഛത്തീസ്ഗഡിൽ പ്രകാരം അകാരണമായി അന്യായമായി തടവിലാക്കപ്പെട്ട സംഭവത്തിൽ നമ്മൾ ഖേദിക്കുന്നു. അതിന്റെ പ്രതീക്ഷ നമ്മൾ രേഖപ്പെടുത്തുന്നു. അവർ വിട്ടയക്കപ്പെട്ടുവെങ്കിലും അവർ അവസാനിച്ചില്ല. എന്തുകൊണ്ട് എന്നെ കോടതിയിലേക്ക് കൈമാറിയിരിക്കുന്നു? അവർക്കൊന്ന് പുറത്തിറങ്ങുവാനോ അവർക്ക് ആശയങ്ങൾ പകർന്നു കൊടുക്കുവാനോ സാധിക്കാത്ത സാഹചര്യങ്ങൾ ഒന്നും വെളിപ്പെടുത്തുവാനായിട്ട് പാടില്ല. ഇപ്രകാരം നീതി നിഷേധങ്ങൾ തീർച്ചയായിട്ടും അത് ഉണ്ടാകുവാൻ ഇടവരരുതെന്ന് ഇരിഞ്ഞാലക്കുടി രൂപതയുടെ ദൈവജനം രൂപതാധ്യക്ഷനാഭിമുഖ പിതാവിനോട് ചേർന്നുകൊണ്ട് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പ്രഖ്യാപനത്തിൽ നമുക്കൊരിക്കൽ തളരരുത്. നമ്മൾ നിർഭയം മുന്നോട്ട് പോകണം. എവിടെ ചെന്നാലും എവിടെയായിരുന്നാലും ക്രിസ്തുവിന്റെ സന്ദേശം പ്രസംഗിക്കുവാനും പഠിപ്പിക്കുവാനും ധീരതയോടെ നിലകൊള്ളുവാനും രക്തസാക്ഷിത്വം വഹിക്കുവാനും നമുക്ക് തയ്യാറാകാം. അഭിനന്ദ പിതാവിന്റെ ആഹ്വാനം സ്വീകരിച്ച് ഇടവയിലെ ബഹുമാനപ്പെട്ട വൈദികരുടെ നിർദ്ദേശങ്ങൾ കൊണ്ടുകൊണ്ട് ആയിരക്കണക്കിന് വിശ്വാസികൾ ചാലക്കുടി പട്ടണത്തിൽ ഒരുമിച്ച് കൂടിയെങ്കിൽ ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുകയാണ് ഇവിടെ വന്ന വിശ്വാസി സമൂഹത്തിന്. നിങ്ങളുടെ ആത്മാർത്ഥത, നിങ്ങളുടെ ധീരത, നിങ്ങളുടെ ഉത്തരവാദിത്വം, ക്രൈസ്തവ മൂല്യങ്ങളോടുള്ള നിങ്ങളുടെ ആത്മാർത്ഥതയുടെ വലിയ പ്രകടനമായിരുന്നു. പറയപ്പെട്ടവരെ, ഈ പ്രതിഷേധ ജാഥയും ഈ പ്രതിഷേധ സദസ്സും ദൈവത്തിന്റെ നാമത്തിൽ വന്നുകൂടിയ എല്ലാ വിശ്വാസി സമൂഹത്തെയും എല്ലാ അൽമായരെയും മുക്തകണ്ഠം പ്രശംസിക്കുകയും രൂപതയുടെ പേരിലുള്ള നന്ദി ഏറ്റവും സ്നേഹനിർഭരമായി ഞാൻ നിങ്ങളുടെ പറയുകയും ചെയ്യുകയാണ്. നേരത്തെ കൊടുത്ത പ്രിയപ്പെട്ട വികാരിച്ചന്മാരെ, നമ്മുടെ രൂപത സ്നേഹത്തിന്റെ രൂപതയാണ്. പ്രേക്ഷിതത്വത്തിന്റെ ആദ്യ രൂപം കൈക്കൊണ്ട രൂപതയാണ്. നമ്മളുടെ കടമയാണ് ഭാരതത്തിനെയും ദിശാബോധം കൈവരുത്തുക എന്നുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട വൈദികർ അഭിമന്യ പിതാവിന്റെ ആഹ്വാനം സ്വീകരിച്ച് ഇപ്രകാരം ദൈവത്തെ പറഞ്ഞയച്ചുവെങ്കിൽ പ്രിയ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, നിങ്ങൾക്ക് ഞാൻ പ്രത്യേകമായിട്ട് നന്ദിയും സ്നേഹവും കടപ്പാടും പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. അഭിമന്യ പിതാവ് ധീരതയോടുകൂടെ ഈ സമ്മേളനം വിളിച്ചു വിട്ടുവാൻ, ഈ പ്രതിഷേധ സദസ്സ് വിളിച്ചു വിട്ടുവാൻ പിതാവ് ആഹ്വാനം ചെയ്തു. ഇവിടെ ഉണ്ടായിരുന്നില്ല. 9 ദിവസങ്ങൾക്ക് മുമ്പ് വന്നപ്പോൾ തന്നെ അതിന് വേണ്ട നടപടികൾ എടുത്തു. അഭിമന്യ പിതാവേയും പിതാവിന്റെ കർമ്മധീരതയും ആത്മാർത്ഥതയും പ്രേക്ഷിത ചൈതന്യവും ഞങ്ങൾ മനസ്സിലാക്കുന്നു. തോമാസ് ശ്ലീഹായെ പോലെ ഇരിഞ്ഞാലക്കുടയിൽ നിന്നും ധീരമായ ശബ്ദം, പ്രേക്ഷിത ശബ്ദം എവിടെയും മുഴങ്ങി കേൾക്കുവാൻ പിതാവിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. ഈ അവസരത്തിൽ അഭിനന്ദനായ മോൺസിഞ്ഞർ ജോളി വടക്കനച്ചൻ നമുക്ക് സ്വാഗതം മതി. ഒപ്പം തന്നെ എന്താണ് ഈ നടപടിക്രമം, എന്തുകൊണ്ടാണ് ഈ പ്രതിഷേധം സംഘടിപ്പിച്ചതെന്നും വളരെ മനോഹരമായി കൃത്യതയോടുകൂടി നമുക്ക് വെളിപ്പെടുത്തി തന്നു. ബഹുമാനപ്പെട്ട ജോളി അച്ഛ, ഈ വലിയ സദസ്സിന്റെ പേരിൽ അങ്ങേക്ക് ആത്മാർത്ഥമായ നന്ദി. സന്ദേശ പങ്കുവെച്ച സിസ്റ്റർമാരുടെ പ്രതിനിധികളായി പങ്കുവെച്ച മദർ ജനറൽ ഹോളി ഫാമിലി സന്യാസത്തിന്റെ മദർ ജനറൽ ഡോക്ടർ സിസ്റ്റർ ആനി കുര്യാക്കോസിനും ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയട്ടെ. ഞങ്ങളുടെ വൈദികരുടെ പ്രതിനിധിയായി ഇത് അധീനമായ ശബ്ദം ഉയർത്തിയ ഞങ്ങളുടെ പ്രസിഡന്റ് കൗൺസിൽ സെക്രട്ടറി ആന്റണി മക്കാട്ടുകാരനും ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഞങ്ങളുടെ ദൈവജനത്തിന്റെ പ്രതിനിധിയായി പാസ്റ്റൽ കൗൺസിലിന്റെ പ്രതിനിധിയായി സെക്രട്ടറി ഡേവിസ് ഒക്കെ നൽകിയ സന്ദേശ വചസ്സിനും ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു.
നമ്മുടെ മെഡിക്കയായ അഡ്വക്കേറ്റ് ആനി ഫ്രാൻസിസ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്നും ഭരണഘടനയുടെ ഉത്തരവാദിത്വ പ്രത്യേക ന്യൂനപക്ഷ കടമകൾ നമുക്ക് വേണ്ട അവകാശങ്ങൾ എന്താണെന്നും വ്യക്തതയോടും ധീരതയോടും മറുപടി പറഞ്ഞിരുന്ന അഡ്വക്കേറ്റ് ആനി ഫ്രാൻസിസ് അങ്ങേക്ക് ഇനിയും വലിയ വലിയ ഉയരങ്ങളിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാ നന്മകളും നന്ദിയും ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നു. പ്രതിഷേധ പ്രമാണം അവതരിപ്പിച്ച വിൽസൺ ഈരത്തച്ഛനെ ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. ഇവിടെ വന്നു ചേർന്ന എല്ലാ പ്രൊവിൻഷ്യൽ അമ്മമാർക്കും അതുപോലെ എല്ലാ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് തളരല്ലേ, നമുക്ക് ധീരതയോടെ മുന്നോട്ട് പോകാം. തീർച്ചയായിട്ടും ക്രിസ്തുവിന് വേണ്ടി തോമാസ് ലീഗ മരിച്ചു വീണുവെങ്കിൽ നമുക്ക് അപ്രകാരം ക്രിസ്തുവിന്റെ സന്ദേശം ലോകം മുഴുവൻ അറിയിക്കുവാൻ, ക്രിസ്തുവിന്റെ സന്ദേശം ഇതാ ലോകമെങ്ങും സുവിശേഷം പ്രസംഗിക്കുവാൻ, എവിടെയും പഠിപ്പിക്കുവാൻ ആ വലിയ സന്ദേശവാഹകരാൻ നമുക്ക് കടമയുണ്ട്. നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ടുള്ള നന്ദി. പ്രിയപ്പെട്ട ജനപ്രതിനിധികളെ, നിങ്ങൾ ഞങ്ങളോടൊപ്പം പങ്കുചേർന്ന വിശ്വാസി സമൂഹത്തിനെ അംഗങ്ങളെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആത്മാർത്ഥമായിട്ടുള്ള നന്ദി ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നു. ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെ നന്ദി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വീണ്ടും ഒരിക്കലും പ്രിയപ്പെട്ട എന്റെ സഹോദര വൈദികരെ ഏറ്റവും ആത്മാർത്ഥമായിട്ടുള്ള നന്ദി കൂടി ഞാൻ രേഖപ്പെടുത്തുകയാണ്. എല്ലാ പ്രദേശത്തിനും ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഇവിടെ ഇന്ന് ഈ വേദി പ്രകാരം ഇവിടെ ഒരുക്കുവാനായിട്ട് ചാലക്കുടിയുടെ വികാരിച്ചും പെരുമാറുന്ന വർഗീസ് പാത്താടനച്ഛനും ആത്മാർത്ഥമായിട്ട് സഹകരിച്ചു. ആ ഇടവകയുടെ കൈക്കാരന്മാര്, പ്രതിയോഗാംഗങ്ങള്, കുടുംബസമ്മേളനത്തിന്റെ ഭാരവാഹികള്, അതുപോലെ കുടുംബസമ്മേളനത്തിന്റെ രൂപത കേന്ദ്ര സമിതിയുടെ ഭാരവാഹികള്, അവർക്കെല്ലാം ദൈവനാമത്തിൽ ആത്മാർത്ഥമായുള്ള നന്ദി. അതുപോലെ തന്നെ ഇവിടെ ടാബിളെല്ലാം ഒരുക്കിയ KCYM ചാലക്കുടി ഇടവകൾക്ക് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഈ സ്ഥലം ഞങ്ങൾക്കായിട്ട് വിട്ടു നിന്ന ചാലക്കുടി മുനിസിപ്പൽ അധികാരികൾക്കും ഞാൻ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. സൗണ്ട് ലൈറ്റ് എല്ലാം ഒരുക്കിയവർക്കും നന്ദി പറയുന്നു. അതുപോലെ മീഡിയ പ്രതിനിധികളോടും നിങ്ങൾക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയട്ടെ. നമ്മുടെ ഈ വാർത്ത, ഈ പ്രതിഷേധത്തിന്റെ ഉജ്ജ്വല സ്വരം ഭാരതത്തിന്റെ എല്ലാ കോണുകളിലും ലോകം മുഴുവനും എത്തിക്കുവാനായിട്ട് പരിശ്രമിച്ച നിങ്ങൾക്ക് ആത്മാർത്ഥമായ നന്ദി. പിതാവ് സൂചിപ്പിച്ചതുപോലെ വളച്ചൊടിക്കാതെ ഞങ്ങൾ ഒന്നേ പറയുന്നുള്ളൂ, ഇന്ത്യൻ ഭരണഘടന ആത്മാർത്ഥതയോടുകൂടെ ഭാരത ഭൂമിയിൽ ഏവർക്കും അത് ലഭ്യമാകണം. അതാണ് പറയുന്നത്, മീഡിയ പറയണം. അതുപോലെ പ്രീതിക്ക് വന്ദന സിസ്റ്റർക്കും അവർക്ക് അനുഭവപ്പെട്ട അന്യായമായിട്ടുള്ള ആ സാഹചര്യങ്ങൾ അത് തീർച്ചയായിട്ടും വെളിപ്പെടുത്തണം. അപ്രകാരമുള്ള വ്യക്തികളെ പിടിക്കണം, ശിക്ഷിക്കണം. ഏത് പാർട്ടിയായാലും തക്കതായ മറുപടി കൊടുക്കണം. NIA കോടതിയിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നു. രാജ്യദ്രോഹികളെയും അപ്രകാരമുള്ള ഭീകരപ്രവർത്തകരെയും അത് നിർബന്ധിത പരിവർത്തനം ചെയ്യുന്നവരെയും ശിക്ഷിക്കുന്ന അല്ലെങ്കിൽ വിധിക്കുന്ന കോടതിയിലേക്ക് എന്തുകൊണ്ട് ഈ പാവപ്പെട്ട കന്യാസ്ത്രീകൾ പറഞ്ഞയക്കുന്നു? അവർക്ക് നീതി ഉണ്ടാകണം. അതിൽ നാം പിൻവലിച്ചുകൊണ്ട് സുരക്ഷിതമായി തങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനം നടത്തുവാൻ ഇടവരട്ടെ എന്നുള്ള സന്ദേശം മാധ്യമ പ്രവർത്തകരെ നിങ്ങൾ ഇന്ത്യ മുഴുവൻ എത്തിക്കുക. നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് നന്ദി. ആരെയും വിട്ടുപോയിട്ടില്ലായി ഞാൻ കരുതുന്നു. ഞങ്ങൾ പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. പ്രിയരെ, ഈ പ്രതിഷേധ സമ്മേളനം ഇവിടെ സമാപിക്കുകയാണ്. എല്ലാവർക്കും പ്രത്യേക നന്ദി.